എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിക്സ് PSCയിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ കാണാതെ പഠിച്ചു വെക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക ബൈഹാർട്ട് ചെയ്തിട്ട് ചുമ്മാ അങ്ങ് ഒരു 3-4 കാര്യങ്ങൾ മാത്രമായിട്ട് ഓർത്ത് വെച്ച് പോകാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണിത്. നമുക്ക് എന്ത് ചെയ്യാം, മലയാളം എങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന മലയാളമായി എന്നുള്ളത് വളരെ ചുരുങ്ങിയ രീതിയിൽ, ഞാനതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം ഇതൊക്കെ മലയാളത്തിലെ സാഹിത്യ പ്രസ്ഥാനങ്ങൾ എന്നെല്ലാം പറയുന്നത് ആക്ച്വലി ഇപ്പോൾ UPSC പരീക്ഷ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അതിൽ മലയാളം ഓപ്ഷനിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൻ്റെ ഓപ്ഷനിലെ ഒരു പകുതിയോളം വരുന്ന കാര്യങ്ങളാണ് ഈ പ്രസ്ഥാനങ്ങളുടെയും മറ്റുമൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കുറേ കൃതികളുണ്ട്, ഇതിൽ കുറേ പ്രധാനപ്പെട്ട കർത്താക്കൾ നമ്മൾ പഠിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുണ്ട്. അപ്പം ഇതെല്ലാം നമുക്കൊന്ന് ക്രൊണോളജിക്കലായി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ആരെല്ലാം വന്നു, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ആധുനിക മലയാള സാഹിത്യത്തിലേക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കടക്കില്ല. നമ്മൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട പണ്ട് കാലം മുതൽ ഇങ്ങോട്ടുള്ള പാട്ടുപ്രസ്ഥാനം, മണിപ്രവാളം, നിരണം കവികൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ പ്രസ്ഥാനങ്ങൾ, ഭക്തി പ്രസ്ഥാനം, ഇത്തരത്തിലുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ ഇവിടെ നോക്കുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങളും വരാറുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ തയ്യാറാണ് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മലയാളമായി മാറിയ ആ ഒരു കഥ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നോക്കൂ, നമ്മൾ ഈ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രസ്ഥാനം പാട്ട് പ്രസ്ഥാനത്തിനെ കുറിച്ചാണ്. എന്താണ്? പാട്ട് പ്രസ്ഥാനത്തിനെ കുറിച്ചാണ്. അതായത് നോക്കൂ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള ഭാഷയുടെ ഉത്ഭവത്തിനെ കുറിച്ച് പല എന്താ പറയുക ആശയങ്ങൾ പണ്ട് മുതലേ ഭാഷാ ചരിത്രകാരന്മാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ AR രാജരാജവർമ്മയുടെയൊക്കെ ഇപ്പോൾ തമിഴ് ജന്യവാദം, അതുപോലെ തന്നെ എന്താ പറയുക മൂലദ്രാവിഡ ഭാഷാവാദം എന്നൊക്കെ പറഞ്ഞ് സംസ്കൃതജന്യവാദം എന്നൊക്കെ പറഞ്ഞ് സംസ്കൃതത്തിൽ നിന്നുണ്ടായതാണ്. മൂലദ്രാവിഡം എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ടായിരുന്നു, അതിൽ നിന്നാണ് തമിഴും, അതായത് മൂലദ്രാവിഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ദ്രാവിഡ ഭാഷകൾക്ക്, ഇന്നുള്ള ദ്രാവിഡ ഭാഷകൾക്കെല്ലാം അടിസ്ഥാനമായ ഒരു മൂലദ്രാവിഡം ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്നും തമിഴും മലയാളവും ഒക്കെ ഉണ്ടായി എന്നാണ് ഒരു ഭാഷ. തമിഴ് ജന്യവാദം എന്താ പറയുന്നത്, തമിഴിൽ നിന്ന് എന്തുണ്ടായി, മലയാളം ഉണ്ടായി എന്ന് പറയുന്നു. സംസ്കൃത ജന്യവാദം ഇതുപോലെ തന്നെ സംസ്കൃതത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ പല വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നോക്കൂ, പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെ പുറകോട്ടേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, ഒരു 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് സമയത്തേക്കൊക്കെ പോകുന്ന സമയത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള, നോക്കി ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും ചിലപ്പോൾ, എന്താണ്, കാനനങ്ങളിലരൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു രീതി. ഇതിലെ അക്ഷരങ്ങൾ നോക്കൂ നിങ്ങൾ, ചില അക്ഷരങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതമായി തോന്നുന്നുണ്ട് അല്ലേ? ഇത് എനിക്കറിയാമല്ലോ, വാ അറിയാം, നാ അറിയാം, അല്ലെ, കാ അറിയാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തോന്നും. എന്നാൽ വായിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഇന്ന് കാണുന്ന മലയാളം അല്ലേ. ഇനി ഇതിന് ചില സ്ഥലങ്ങളിൽ കാനനങ്ങളിൽ ഒരു തമിഴിൻ്റെ ഛായ ചില സമയത്ത് തോന്നുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആരംഭം നമ്മൾ എടുക്കുന്നത് മലയാളത്തിലേക്കുള്ള, അതായത് ഈ കാലഘട്ടത്തിലുള്ള ഭാഷയെ നമ്മൾ വെറുതെ ഭാഷ എന്നാണ് പറയാറുള്ളത്, മലയാളം എന്നല്ല വിളിക്കുക. കാരണം ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മലയാള ഭാഷയായിട്ടില്ല. അപ്പോൾ ഭാഷ എന്ന് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ ഈ സമയത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇന്ന് നമ്മൾ കാണുന്ന മലയാളത്തിലേക്കുള്ള യാത്ര ആരംഭിച്ച ഒരു കാലഘട്ടം ഏതാണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഏതാണ്ട് വളരെ കമ്പയറബിൾ ആയിട്ടുള്ള, താരതമ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഞാൻ അഗെയിൻ പറയുന്നു, കഥ പറഞ്ഞു പോയാൽ കുറേ പോകാനുണ്ടാകും. പിന്നെ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു ക്ലാസ് എടുക്കാൻ പറ്റും. അത്രയധികം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും ചിലപ്പോൾ. പക്ഷെ PSC പെർസ്പെക്റ്റീവിലേക്ക് നമ്മളുടെ പഠനത്തെ ചുരുക്കുമ്പോൾ ഇതാ ആദ്യ ലൈൻ നോക്കൂ നിങ്ങൾ, ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം എതുകമോന വൃത്തവിശേഷയുക്തം പാട്ട്. ആക്ച്വലി എതുക എന്ന് സെപ്പറേറ്റ് ആയി എഴുതിയതാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി. ഇത് നിബദ്ധം എൻ്റെ എതുക എന്ന യാ എന്ന രീതിയിലാണ് ഇത് പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ലീലാതിലകം എന്ന് പറയും. എന്താണ് ലീലാതിലകം എന്ന് പറയുന്നത്? പാട്ടിൽ നിങ്ങൾ നോക്കൂ, ഓരോ പ്രസ്ഥാനം, പാട്ടാവട്ടെ, ഇതിന് ശേഷം മണിപ്രവാളമാകട്ടെ, മണിപ്രവാള കൃതികളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷണ ഗ്രന്ഥമാണ്. എങ്ങനെ വേണം അതിൻ്റെ ഭാഷ, ആ ഒരു എന്താ പറയുക പ്രസ്ഥാനം എങ്ങനെയായിരിക്കണം, അതിൻ്റെ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്, വൃത്തങ്ങൾ ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം ചിട്ടപ്പെടുത്തുന്ന ഒരു നിയമ
എന്താ പറയുക നിയമങ്ങളുടെ ഒരു സംഗ്രഹം എന്ന് നമുക്ക് വേണമെങ്കിൽ എന്താണ് ലക്ഷണ ഗ്രന്ഥത്തിനെ വിളിക്കാം. മനസ്സിലായോ? നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് അത് ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് പറയുന്ന ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ലക്ഷണ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്കറിയാം മണിപ്രവാളവുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ലക്ഷണ ഗ്രന്ഥമാണ് എന്ന് പറയുന്നത് ലീലാതിലകം എന്ന് പറയുന്നത്. എന്നാൽ പാട്ടിനെ സംബന്ധിക്കുന്ന പാട്ടിന്റെ ലക്ഷണവും എവിടെ നമുക്ക് കാണാൻ പറ്റും? ലീലാതിലകത്തിൽ പാട്ടിന്റെ ലക്ഷണം എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുകമോന വൃത്ത വിശേഷയുക്തം പാട്ട്. ദ്രാവിഡാക്ഷരങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒന്നിപ്പിച്ച് നിബന്ധിച്ചിട്ടുള്ളതും. എന്താണ് ദ്രാവിഡാക്ഷരങ്ങൾ? നോക്കൂ, നമ്മൾ ഈ ക ഖ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഘ ഗ ങ എന്നൊക്കെ പറഞ്ഞ് എഴുതില്ലേ? ഗ അല്ലെ, ഖ ങ എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി പോവില്ലേ നമ്മള്? അപ്പോൾ ഇങ്ങനെ എഴുതി പോകുന്നതിനെ നമ്മൾ ഖരം, അധികരം എന്നെല്ലാം പറഞ്ഞ് ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇല്ല കേട്ടോ. ഖരം, അധികരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ഓരോ കോളങ്ങളെയും ഇങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ഇതിന് താഴെ കാക്ക ഗംഗ എന്ന് കഴിഞ്ഞാലും എന്താണ് അടുത്തത്? നമ്മൾ ചാച്ച ഝഞ്ചാന്നു, ഞങ്ങൾ ചാച്ച ഝഞ്ചാന്ന് പറയാൻ പാടില്ല, ച ച എന്നുള്ള അങ്ങനെ പോവുകയാണെങ്കിലും അത് നിങ്ങളിപ്പോൾ ഠാ പൊക്കോട്ടെ, താ പൊക്കോട്ടെ, അതുപോലെ തന്നെ പാ പൊക്കോട്ടെ, ഇങ്ങനെ എല്ലാം പോകും. ഈ ഖരം, അധികരം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമല്ലോ. അപ്പൊ ഇങ്ങനെ പോകുന്നതിൽ പണ്ടത്തെ ദ്രാവിഡാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഖരം, അത് ഈ കായും കാ കഴിഞ്ഞിട്ട് പിന്നെ ഖ ഗ ഖ ങ ഉണ്ട് അല്ലെ, ങ ഉണ്ട് അല്ലെ ഇവിടെ. അപ്പൊ ഈ ആദ്യത്തെയും അവസാനത്തെയും കോളംസ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഡെപ്തിൽ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കൺഫ്യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളം എന്നൊക്കെ പറയുന്നത് കേട്ടോ, ഒന്ന് എളുപ്പത്തിൽ മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക അതുപോലെ തന്നെ ങ അവസാനത്തെ, ഇത് രണ്ടും മാത്രം എടുക്കും. ഈ അക്ഷരങ്ങളായിരിക്കും എവിടെ ഉണ്ടാവുക? ദ്രാവിഡ അക്ഷരങ്ങളിൽ ഉണ്ടാവുക. പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചാണ്. നോക്കൂ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇവിടുത്തെ അക്ഷരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ന എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, കാ നോക്കിയാൽ, അതുപോലെ തന്നെ അതിനുശേഷം യാ രാ ല വ എന്നെടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വളരെ കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന അത്രയ്ക്കും ഇല്ല. അപ്പോൾ ഈ രീതിയിൽ ദ്രാവിഡാക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? എഴുതേണ്ടത്. അതുപോലെ തന്നെ യതുക, മോന തുടങ്ങിയ വൃത്തങ്ങളായിരിക്കണം ഇവരെന്ത് ചെയ്യേണ്ടത്? ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ കൃത്യമായി ദ്രാവിഡാക്ഷരങ്ങൾ മാത്രം നിബന്ധിച്ചുകൊണ്ട് എഴുതപ്പെടുന്നതും യതുക, മോന തുടങ്ങിയ വൃത്തങ്ങൾ, ഈ യതുക മോനയുടെ എക്സ്പ്ലനേഷൻസിലേക്ക് ഞാൻ പോകുന്നില്ല, മറ്റൊന്നുമല്ല, ഇതൊക്കെ ഒരു നമ്മളുടെ നിങ്ങൾ ദ്വിതീയാക്ഷരപ്രാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ദ്വിതീയാക്ഷരപ്രാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് അങ്ങനെ ആ രീതിയിലൊക്കെയുള്ള ഓരോ എന്താ പറയുക വരികൾ കഴിയുന്ന സമയത്തും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പുറത്തൊരെണ്ണം എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ കണ്ടോ? ന കാനന ന കണ്ടോ? ആനനം ന, ഞാനിതിന്റെ ന പറഞ്ഞോ? ഊനം ഊനമറ്റ ന കണ്ടോ? രണ്ടാമത്തെ അക്ഷരങ്ങൾ, അതായത് ഇത് മൊത്തത്തിൽ ഒരു സിംഗിൾ വരിയാണ് കണ്ടോ. ഇതിൽ നമ്മൾ ഈ കാണുന്ന രണ്ട് വരികളിൽ ഇത് ഒരു വരിയായിട്ട് എടുക്കേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? കണ്ടോ? അപ്പൊ നോക്കൂ, എല്ലാത്തിലും എന്താണ്? രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ആവർത്തിക്കും, ദ്വിതീയാക്ഷരപ്രാസം പോലെയാണ് കണ്ടോ. അപ്പൊ യതുക, മോന ഇതൊക്കെ ഇത്തരത്തിലുള്ള പല രീതിയിൽ വിശേഷങ്ങളുള്ള വൃത്തങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ള വൃത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താണ് ദ്രാവിഡാക്ഷരങ്ങളും യതുക, മോന വൃത്തങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ളതും ആയിട്ടുള്ള കൃതികളെ പാട്ട് എന്ന് വിശേഷിപ്പിച്ചു എന്ന് ആര് പറയുന്നു? ലീലാതിലകകാരൻ പറയുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ പാട്ട് പ്രസ്ഥാനത്തിന്റെ ലക്ഷണം ഇതാണ് എന്നും അത് ലീലാതിലകത്തിലുണ്ട് എന്നും കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണേ? സംശയങ്ങളില്ലല്ലോ? അപ്പൊ തമിഴ് അക്ഷരമാലയിൽ, ദ്രാവിഡ അക്ഷരമാല വെച്ചാൽ തമിഴ് അക്ഷരമാലയിൽ എഴുതപ്പെടുന്നതായിട്ടുള്ളതും യതുക, മോന എന്നീ വൃത്തങ്ങൾ ഉള്ളതുമായിട്ടുള്ള കാവ്യങ്ങളാണ് പാട്ട് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പാട്ട് പ്രസ്ഥാനത്തിൽ, ഈ പാട്ട് എന്ന തലത്തിൽ നമ്മൾ എടുത്തു പോകുമ്പോൾ പാട്ട് പ്രസ്ഥാനത്തിലെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായിട്ടുള്ള ഭാഷാകൃതി, അതായത് ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഭാഷാകൃതി അല്ലെങ്കിൽ പാട്ടുകൃതി എന്നറിയപ്പെടുന്നത് രാമചരിതമാണ്. ഏതാണ്? രാമചരിതമാണ്. ഈ രാമചരിതം എഴുതിയിട്ടുള്ള ആൾ ചീരാമൻ എന്ന പേരിലുള്ള കവിയാണ് എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങളുണ്ട് കേട്ടോ. ചീരാമൻ എന്ന് പറയുന്നത്, ചീരാമൻ എന്നത് അദ്ദേഹം, അതായത് ഈ കവിതയിൽ തന്നെ നമുക്ക് ചീരാമൻ എന്ന വാക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ചീരാമൻ ആര് എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. PSC പെർസ്പെക്റ്റീവിലേക്ക് ചീരാമൻ എന്ന കാര്യമേ ചോദിക്കാറുള്ളൂ. ചീരാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ചൗസർ എന്നറിയപ്പെടുന്ന ആളാണ് ചീരാമൻ. അതായത് ഇംഗ്ലീഷ് തലത്തിലുള്ള ഒരു ഏറ്റവും വലിയ എന്താ പറയുക തുടക്കത്തിലെ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ലെജൻഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു സാഹിത്യകാരനായിരുന്നു ചൗസർ എന്ന് പറയുന്നത്.
അപ്പോൾ അതുപോലെ കേരള ചൗസർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണെന്ന് ആലോചിക്കുക, ശ്രീരാമനാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, അതിൽ സംശയങ്ങളില്ലല്ലോ. ഇനി രാമചരിതത്തിൽ യുദ്ധകാന്ഡമാണ് പരാമർശന വിഷയമാകുന്നത്. അതായത് രാമായണം മുഴുവനായിട്ടില്ല, രാമായണത്തിൽ യുദ്ധകാന്ഡമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത് എന്ന കാര്യം കൂടി ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൽ 164 പടലങ്ങളാണുള്ളത്. ഈ അധ്യായങ്ങൾ എന്ന് എടുത്താൽ മതി. 164 പടലങ്ങളുണ്ട്. ഈ 164 പടലങ്ങളിലായി 1814 പാട്ടുകളുമുണ്ട്. സാധാരണ രീതിയിൽ ഓരോ പടലങ്ങളിലും എത്ര എണ്ണമാണ്? 11 പാട്ടുകൾ വെച്ചിട്ടാണ് ഉണ്ടാകാറുള്ളത്. മനസ്സിലാവുണ്ടോ? സാധാരണ രീതിയിൽ ഓരോ പടലങ്ങളിലും 11 പാട്ടുകൾ വെച്ചിട്ടാണ് ഉണ്ടാകാറുള്ളത്. സാധാരണ രീതി പറഞ്ഞതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെ 164 പടലങ്ങൾ, അവയിൽ ഒന്നാകെയായി 1814 പാട്ടുകളുമായിട്ടാണ് എന്ത് കിടക്കുന്നത്? രാമചരിതം കിടക്കുന്നത് എന്ന് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ലക്ഷണം എന്താണ് എന്ന് മനസ്സിലായി, അതിൻ്റെ ഏതാണ്ട് ഒരു അർത്ഥം മനസ്സിലായി, ബാക്കിയുള്ള ഡേറ്റാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് എങ്ങാനും ചില സമയത്ത് വരികൾ തന്നിട്ട് ഇത് ഏതിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. രാമചരിതത്തിനെ കുറിച്ച് അങ്ങനെ ചോദിച്ചിട്ടില്ല. അതിന്റെ തുടക്കം എന്നുള്ള തലത്തിൽ എന്താണ്, ഇത് ഓർത്താൽ മതി. നിങ്ങൾ നോക്കൂ, പണ്ടത്തെ കാലത്തെ എല്ലാ കൃതികളും ഈ ഗണപതി അതായത് ഗണപതി, വിഘ്നേശ്വരൻ, അല്ലെങ്കിൽ ആരാണ്? വിനായകൻ, അല്ലെ? അതായത് ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് ഈ തേങ്ങ ഉടച്ചു തുടങ്ങുക എന്നൊക്കെ പറയില്ല. എന്തുകൊണ്ടാണ്? വിഘ്നങ്ങൾ ഉണ്ടാകരുത്, വിഘ്നങ്ങൾ തീർക്കുന്ന ഈശ്വരനാണ് വിനായകൻ, ഗണപതി എന്നാണ് വിശ്വാസം. അപ്പോൾ ആ രീതിയിൽ ഗണപതി സ്തുതിയോടുകൂടി തുടങ്ങുകയാണ്. മനസ്സിലോ? കാനനങ്ങളിൽ ഇതൊക്കെ ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ ഈ തമിഴ് ജന്യവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. കളിറുമായി കരിണിയായി കാർന്നെടുങ്കണ്ണുമ, അതായത് ഉമ എന്ന് വെച്ചാലാണ് പാർവതി, അല്ലെ? അപ്പൊ ശിവനും പാർവതിയും കൂടിയിട്ട് നടന്നത്, അങ്ങനെ ആ രീതിയിലുള്ള പല കാര്യങ്ങൾ പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിലെ പല അക്ഷരങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ദ്രാവിഡാക്ഷരങ്ങളാണ്, അല്ലെ? അതിന്റെ നടുവിൽ കാ, അതുപോലെ ങ എന്ന് നമ്മൾ പറഞ്ഞത്, അല്ലെ? ചാ, അല്ലെ? ചാ ഛാ ഞാ കേട്ടതാണ് ഞാണ്ട്, അല്ലെ? അപ്പൊ ഇതിനിടയിലുള്ള ഈ ലെറ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ എവിടേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മനസ്സിലാണ്ടോ? ഇതിൽ പല ലെറ്റേഴ്സും വരേണ്ട സ്ഥലങ്ങളിലെല്ലാം എന്താണ് ഉപയോഗിക്കുന്നത്? അതിന് മറ്റ് വാക്കുകൾ. തമിഴ് നോക്കൂ, നിറൈന്ത എന്ന് കണ്ടോ നിങ്ങൾ? നിറൈന്ത എന്നത് നിറഞ്ഞ എന്നതാണ്. ഇതില് എന്താണ് നമ്മൾ ഈ AR രാജരാജവർമ്മയുടെ ഈ തമിഴ് ജന്യവാദം പറഞ്ഞു തരുന്ന സമയത്ത് തമിഴിലെ പല വാക്കുകളും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അതിന്റെ ഡെപ്തിലേക്ക് കിടക്കുന്നില്ല. അതിന്റെയൊക്കെ ഉദാഹരണങ്ങളായിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിവിടെ പറയാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു വരികൾ തന്നതാണ്. എങ്ങാനും ഇതിലേതെങ്കിലും വരി തന്നിട്ട് ചോദിക്കുകയാണ് ഇത് ഏതിലേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രാമചരിതത്തിലേതാണെന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി പാട്ടിന്റെ ലക്ഷണം അതുപോലെ എന്താ പറയുന്ന എല്ലാം വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ആദ്യത്തെ കണ്ടുകിട്ടിയിട്ടുള്ള കൃതിയാണ് രാമചരിതം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് അതുപോലെ പൂർണ്ണമായി പാലിക്കുന്ന മറ്റൊരു കൃതിയാണ് തിരുനിഴൽമാല. ഏതാണ്? തിരുനിഴൽമാല. നോക്കൂ, ഈ തിരുനിഴൽമാല എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കൃതി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കണ്ടെത്തിയിട്ടുള്ളത് M പുരുഷോത്തമൻ നായരായിരുന്നു. കാരണം M പുരുഷോത്തമൻ നായരാണ് 1981 ഇത് കണ്ടെത്തിയത്. ഇതിൽ 539 ഈരടികളുണ്ട്, 97 പാട്ടുകളായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോവിന്ദൻ എന്ന പേരായിട്ടുള്ള ആളാണ് ഇതിന്റെ രചയിതാവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഗോവിന്ദൻ എന്നാണ് ഇതിന്റെ രചയിതാവിന്റെ പേര് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നോക്കൂ, ഇത് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ വിവിധങ്ങളായിട്ടുള്ള എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും മറ്റു ചില കാര്യങ്ങളൊക്കെ എന്താണ് ഈ ക്ഷേത്രത്തിനെയൊക്കെ പ്രതിപാദിച്ചു കൊണ്ടിട്ടുള്ള ഒരു കൃതിയായിട്ടാണ് നമുക്ക് തിരുനിഴൽമാലയെ, തിരു എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, ബഹുമാന സൂചകമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്, അല്ലെ? തിരുനിഴൽമാല എന്ന തലത്തിൽ. അപ്പോൾ ഈ രീതിയിൽ കേരളീയപരമായിട്ടുള്ള ആചാരങ്ങൾ, ജീവിത രീതികൾ, മര്യാദകൾ, ഇതെല്ലാം നമുക്ക് ആ കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു കൃതിയായിട്ട് തിരുനിഴൽമാലയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കണക്കാക്കാറുണ്ട്. പണ്ട് കാലഘട്ടങ്ങളിൽ നമുക്ക് ഉള്ള കൃതികൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മൾ അവയെ ശേഖരിക്കുമ്പോൾ പഠിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ആ കാലഘട്ടത്തിലെ ജനങ്ങൾ എങ്ങനെ ജീവിച്ചു, ആ സംസ്കാരം എങ്ങനെയായിരുന്നു എന്നെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു വഴി കൂടിയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഈ പഴയ കൃതികൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിൽ പറയുന്നത് മുഴുവൻ ഭക്തി ആയിരിക്കാം. പക്ഷെ ആ ഭക്തിയുടെ ഉള്ളിലും ഇപ്പോൾ നമുക്ക് എന്താ പറയുക, അനന്തപുര വർണ്ണനം, നമ്മൾ മണിപ്രവാളത്തിലേക്ക് കഴിയുന്ന സമയത്ത് അവിടെ അനന്തപുര വർണ്ണനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയുണ്ട്. അപ്പൊ ഈ അനന്തപുര വർണ്ണനം എന്ന് പറയുന്ന കൃതി അതിൽ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ എന്താണ്, തിരുവനന്തപുരത്തിൻ്റെതായിട്ടുള്ള
അന്ന് അവിടെ നിലവിലുള്ള ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് ആ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് കിട്ടാൻ എന്ത് സഹായിക്കും? ഇത്തരത്തിലുള്ള കൃതികൾ നമ്മളെ സഹായിക്കും. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അതുകൊണ്ടാണ് ഈ കൃതികളൊക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്, നമ്മൾ ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പാഠ്യപ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യ കാലഘട്ടം ഏതാണ്? ആദ്യ ഘട്ടത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ കൃത്യമായി ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യദുഗമോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്ന് പറയുന്ന ലീലാതിലകക്കാരൻ പറയുന്ന അതേ നിയമങ്ങൾക്കനുസൃതമായി എഴുതപ്പെടുന്ന രണ്ട് കൃതികളായിട്ടുള്ള രാമചരിതവും തിരുനിഴൽമാലയുമാണ് ആദ്യഘട്ടമായി നമ്മൾ കണക്കാക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഈ പറഞ്ഞ നിയമങ്ങൾ കടുകിട വ്യത്യാസമില്ലാതെ പാലിക്കുക എന്ന തരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കവികൾ പതുക്കെ പതുക്കെ വ്യതിചലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ രണ്ടാം കാലഘട്ടമാണ് നിരണം കൃതികൾ, രാമകഥപ്പാട്ട് തുടങ്ങിയവയിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. മൂന്നാം ഘട്ടത്തിലേക്ക് മാറുമ്പോഴേക്കും മലയാളത്തിൻ്റെതായ തലങ്ങളിലേക്ക് വളർന്നു തുടങ്ങുന്നുണ്ട്. അതായത് ദ്രമിഡ സംഘാതാക്ഷരം എന്ന് പറയുന്ന ദ്രാവിഡാക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുക, യദുഗമോന എന്നീ വൃത്തങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്ന തലത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് അതെന്ത് ചെയ്യുന്നു? അത് പതുക്കെ പാട്ടുകൾ മറ്റു തലങ്ങളിലേക്ക് ഒരു സ്വതന്ത്ര സ്വഭാവത്തിലേക്ക് പതുക്കെ കടക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന മലയാളത്തിലേക്കുള്ള യാത്ര എന്ത് ചെയ്യുകയാണ്? ആ തമിഴിൻ്റെ വലിയ രീതിയിലേക്കുള്ള ദ്രാവിഡാക്ഷരങ്ങളിൽ മാത്രം എന്താണ് നിബന്ധനം ചെയ്യണം എന്നുള്ള തലങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നു? പതുക്കെ ഒരു വിടുവൽ നേടിക്കൊണ്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാം ഘട്ടത്തിൽ കൃഷ്ണപ്പാട്ട്, കിളിപ്പാട്ടുകൾ, വഞ്ചിപ്പാട്ട്, തുള്ളൽപ്പാട്ട് തുടങ്ങിയ തലത്തിലേക്ക് മാറുന്നു. ഈ കൃഷ്ണപ്പാട്ട് അതാണ് ഏത്? ഗാഥ, കൃഷ്ണഗാഥ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ കേട്ടിട്ടില്ലേ? ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്? ഒരു സ്വതന്ത്ര പ്രഖ്യാപനം പോലെ പതുക്കെ ഇങ്ങ് യാത്ര മറുതലത്തിലേക്ക് പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി അടുത്തൊരു കാലഘട്ടം, പാട്ടിന്റെ കാലഘട്ടത്തിനോടൊപ്പം പാട്ടിന്റെ, അതായത് പാട്ട് എന്ന് പറയുന്നതിന്റെ ലക്ഷണം എവിടെയാ പറയുന്നത്? ലീലാതിലകത്തിലാണ് പറയുന്നത്, അല്ലെ? ഈ ലീലാതിലകം ഏറ്റവും അധികം ശരിക്കും എന്തിനെ കുറിച്ചാണ്? മണിപ്രവാള കൃതികളെ കുറിച്ചാണ്, അല്ലെ? മണിപ്രവാളത്തിന്റെ ലക്ഷണകൃതിയാണ് ലീലാതിലകം. അതിൽ പാട്ടിന്റെ കൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാട്ടിനോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു എന്താ പറയുക, ഒരു സ്കൂൾ ഓഫ് ലിറ്ററേച്ചർ ആണ് ഏതെന്ന് പറയുന്നത്? മണിപ്രവാളം എന്ന് പറയുന്നത്. മണിപ്രവാളത്തിലേക്ക് നമ്മൾ വരും കേട്ടോ. മണിപ്രവാളത്തിലേക്ക് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. മണിപ്രവാള കൃതികളുടെ പ്രത്യേകതകളും നമ്മളവിടെ ചർച്ച ചെയ്യുന്നതാണ്. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ പോയ പോക്കിൽ നമ്മളുടെ ഈ മലയാളത്തിൽ, അത് ഭാഷ എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അന്നത്തെ മലയാള ഭാഷ ഏതോ അതാണ് ഭാഷ എന്ന് പറയുന്നത്. പിന്നീടാണ് മലയാളം എന്ന തലത്തിലേക്ക് ആവുന്നത്. അപ്പോൾ ഈ ഭാഷ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഈ പാട്ടിന്റെ കൃതികളിലൂടെ ആദ്യ, രണ്ടാം, മൂന്നാം ഘട്ടത്തിലേക്കൊക്കെ പോയിട്ട് ഈ ഗാഥാ പ്രസ്ഥാനങ്ങളിലേക്ക്, ഗാഥ എന്ന് വെച്ചാൽ പാട്ട് തന്നെയാണ് ഗാഥ എന്ന് പറയുന്നത്. മനസ്സിലാണ്? ഗാനം എന്നൊക്കെയാണ്. ഗാഥ എന്ന വാക്കിനർത്ഥം എന്താണ്? ഗാനം, പാട്ട് എന്നീ അർത്ഥങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഗാഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ പണ്ടത്തെ ഈ ദ്രാവിഡങ്ങളായിട്ടുള്ള ഈ വൃത്തങ്ങളിൽ തന്നെയാണ് ഈ ഗാഥയും എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കണിശമായി അതിൽ എന്താ പറയുക, അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നോ? അങ്ങനെ നമുക്ക് പറയാനും എന്ത് ചെയ്യില്ല, അങ്ങോട്ട് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനും സാധിക്കില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ കൃഷ്ണഗാഥ എടുക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ കൃഷ്ണഗാഥ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃഷ്ണഗാഥയുടെ എന്താ പറയുന്നത്, മഞ്ചരി എന്ന് പറയുന്ന വൃത്തമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ്? എതുകയോ മോനയോ അല്ല, ഏതാണ്? മഞ്ചരി വൃത്തമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായോ? പിന്നെ ഇതിലേക്ക് എന്തുകൂടി പതുക്കെ കയറുകയാണ്, വളരെ ലളിതമായിട്ടുള്ള മലയാള ഭാഷയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ലളിതമായിട്ടുള്ള മലയാള ഭാഷ, അതിനോടൊപ്പം എന്തുകൂടി അതിലേക്ക് കലരുന്നുണ്ട്? ഭക്തിയും കലരുന്നുണ്ട്. എന്തുകൂടി കലരുന്നുണ്ട്? അതിനുള്ളിൽ ഭക്തിയും കലരുന്നുണ്ട്. അതായത് ഭാഗവതം ദശമസ്കന്ധത്തിന്റെ കഥയാണ് കൃഷ്ണഗാഥയിലുള്ള. കൃഷ്ണന്റെ ഭഗവാനായിട്ട് കൃഷ്ണനെ കരുതുകയും അതിന്റെ ജനനം, അതായത് അവതാരം എന്നാണല്ലോ പറയാറുള്ളത് നമ്മൾ. അവതാരം എന്ന് പറയുന്ന സമയം മുതൽ എവിടെ വരെയാണ്? ആള് സ്വർഗാരോഹണം വരേക്കുമുള്ള കഥ, അതായത് കൃഷ്ണന്റെ ജീവിത കഥ. മനസ്സിലായോ? അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് എവിടെ പറയുന്നത്? കൃഷ്ണഗാഥയിൽ അഥവാ കൃഷ്ണപ്പാട്ടിൽ പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? അത് വളരെ വലിയ കൃതിയാണ്. ഒരു മഹാകാവ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ലക്ഷണവുമുള്ള കൃതിയാണ് ഇത് കൃഷ്ണഗാഥ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഗാഥ അഥവാ പാട്ട് എന്നതിന് മറ്റൊരു പേര് കൂടി വരികയാണ്. ഗാഥ, ഗാനം എന്നർത്ഥം വരുന്ന ഗാഥ എന്ന പേര് കൂടി എന്ത് ചെയ്യുകയാണ്? ഇതിലേക്ക് വരികയാണ്. ഭക്തി എന്ന് പറയുന്ന ആശയം വരികയാണ്. എന്തുകൊണ്ടാണ് ഞാനിവിടെ ഈ ഭക്തിയെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞത് അറിയോ നിങ്ങൾക്ക്? കാരണം ഈ മണിപ്രവാള കാലഘട്ടത്തിൽ ദേവദാസികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ദേവദാസികൾ, നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി പറയും കേട്ടോ. ദേവദാസികളായിട്ടുള്ള അന്ന് ദേവദാസികൾ നമുക്ക് പിന്നീട്, അതായത് അമ്പലത്തിലെ മൂർത്തിയുടെ എന്താ പറയുക, ദേവന്റെ ദാസിമാരായിട്ട്
ആളുകളെ, കുട്ടികളെ എന്ത് ചെയ്യുമായിരുന്നു? പെൺകുട്ടികളായിട്ടുള്ള സ്ത്രീകളെ എന്ത് ചെയ്യുമായിരുന്നു? അവരെ ദേവന്റെ ദാസികളായിട്ട് ചിലർ വിടുമായിരുന്നു. മനസ്സിലാണ്? ചില ആളുകൾ വരെ പ്രാർത്ഥിക്കുക, ഇവളെ ഞാൻ എന്താണ് ദേവദാസിയാക്കാം എന്ന രീതിയിൽ. ഈ ദേവദാസികളുടെ ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിൽ വലിയ വലിയ ഉന്നതിയിൽ നിന്ന ആളുകളാണ് ദേവദാസികൾ. അവരെല്ലാവരും ബഹുമാനിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് എന്ത് ചെയ്യുകയാണ്? നമുക്കറിയാം, പിന്നീട് ഒരു തലത്തിൽ വരുന്നപ്പോൾ അമ്പലങ്ങളുടെയും മറ്റും നിയന്ത്രണം മറ്റു പല ആളുകളും എടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് ആര്യാധിനിവേശം എന്തിനു പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മുൻപ്, ഇതിൻ്റെ എല്ലാം ചേർന്നുള്ള പല കാലഘട്ടങ്ങളിലും അമ്പലങ്ങളുടെ നോക്കി നടത്തിപ്പുകാരും മറ്റു ആളുകളൊക്കെ ഇവരെ പതുക്കെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നീട് ഇവരുടെ ആ ഒരു ഹൈ പൊസിഷൻ മാറി മാറി ദേവദാസി എന്ന് പറയുന്ന വാക്ക് വേശ്യ എന്നുള്ള വാക്കുമായി ചേർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ചു തുടങ്ങുന്ന കാലഘട്ടവും പിന്നീട് ദേവദാസി എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് നിരോധിക്കുന്ന തലത്തിൽ. നമുക്കറിയാം അല്ലെ, കേരളത്തിലാണെങ്കിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് എന്ത് ചെയ്യുന്നത്? അത് നിരോധിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദേവദാസി സമ്പ്രദായം എന്നത് വലിയൊരു വീഴ്ചയിലേക്ക് പിന്നീട് പോകുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് ദേവദാസിമാർ എന്താ പറയുക, സമൂഹത്തിലെ ഏറ്റവും, അതായത് അന്നത്തെ രാജാക്കന്മാര് വലിയ ദൂരെ നിന്നുള്ള ആളുകൾ അവരെ ദേവദാസിമാരെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടും മറ്റും എന്താണ് എന്താ പറയുക, ഇങ്ങനെ ഗേറ്റിൽ ക്യൂ നിൽക്കുക എന്ന് പറയില്ല, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലെ മണിപ്രവാള കൃതികളൊക്കെ ഈ ദേവദാസിമാരുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന, അവരുമായി ചേർത്തുകൊണ്ടുള്ള കഥകളും മറ്റും വർണ്ണിക്കുന്ന, അതിലൂടെ സമൂഹത്തിനെയും അതിലൂടെ നാടുകളെയും വർണ്ണിക്കുന്ന രീതിയിലാണ് മണിപ്രവാള കൃതികൾ പോയിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോയിരുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും ദേവദാസിമാരുടെ സാരിത്തുമ്പിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? മലയാളത്തിനെ മോചിപ്പിച്ചത് ഭക്തി എന്ന തലത്തിലുള്ള ഈ ആശയം കയറി വരുന്ന, പിന്നീട് എന്താ പറയുന്നത്, ഗാഥാ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ നമുക്ക് കണ്ടു തുടങ്ങുന്ന ഭക്തി പ്രസ്ഥാനത്തിലൂടെ എന്ത് ചെയ്യുകയാണ്? ഉന്നതിയിലേക്ക് പോകുന്ന. ഇതാണ് ഈ രീതിയിലുള്ള ദേവദാസി സമ്പ്രദായവും അവരുടെ എന്താ പറയുക, ശൃംഗാരപരമായിട്ടുള്ള കാവ്യങ്ങൾ, അവരുടെ സൗന്ദര്യ വർണ്ണനകൾ, പ്രണയം അല്ലെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിരുന്നതിൽ നിന്നും എന്ത് ചെയ്യുകയാണ്? ഈ രീതിയിലേക്ക് ഭക്തിതലങ്ങളിലേക്ക് ജനങ്ങളെ മാറ്റി എന്നെന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നത് ഭക്തിയിൽ വരുന്ന ഭക്തി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ ഭക്തി പ്രസ്ഥാനം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നോക്കൂ, ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്ന ഭക്തി കലർത്തിക്കൊണ്ടിട്ടുള്ള കൃതികളിലേക്ക്, കവിതകളിലേക്ക്, വരികളിലേക്ക്, കവികളിലേക്ക് പോകുന്ന ആദ്യഘട്ടം നമുക്ക് നോക്കൂ. ഇതിനൊന്നും ഒരു പർട്ടിക്കുലർ ആദ്യഘട്ടമില്ല. ഇപ്പൊ കൃഷ്ണഗാഥ എന്ന് പറയുമ്പോൾ അതിൽ ഭക്തിയുണ്ട്, മനസ്സിലായോ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? കവിതയുടെ രീതികളിൽ വന്ന മാറ്റം എന്ന തലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണശ കവികളെ, അഥവാ കണ്ണശ കവികൾക്ക് ഏത് പേര് കൂടി ഉണ്ടായിരുന്നു? നിരണം കവികൾ എന്ന പേര് കൂടി അവർക്കുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഭക്തി പ്രസ്ഥാനം എന്നത് ശരിക്കും തുടക്കം കുറിച്ചു എന്ന് നമ്മൾ കരുതുന്നത് ഈ നിരണം കവികളുടെ സമയം മുതലാണ്. മനസ്സിലായോ? അഥവാ കണ്ണശ കവികളിലൂടെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിരണം എന്ന് പറയുന്നത് തിരുവല്ലയുടെ അടുത്തുള്ള ഒരു ഗ്രാമമാണ്. ഏതെന്ന് പറയുന്നത്? തിരുവല്ലയുടെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് നിരണം എന്ന് പറയുന്നത്. അപ്പോൾ നിരണവുമായി ചേർന്ന്, ഇതിലെല്ലാവരും നിരണം തന്നെയാണെന്നല്ല പറയുന്നത്, പക്ഷെ അവിടേക്ക് എത്തിച്ചേർന്ന പല ആളുകളും ഉണ്ട്. അപ്പോൾ ഇവരെ ചേർത്ത് നിരണം എന്ന് പറയുന്ന ഗ്രാമവുമായി ബന്ധപ്പെട്ട് നിരണം കവികൾ അഥവാ കണ്ണശ കവികൾ ജീവിച്ചിരുന്ന പ്രദേശം ഈ നിരണമാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിചാരിക്കുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ കണ്ണശ കവികൾ അഥവാ നിരണം കവികളാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്ന് നമ്മൾ കണക്കാക്കുന്നു. ഇനി എന്താണ് സാഹിത്യപരമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? പാട്ടിന്റെ ലക്ഷണത്തിൽ നിന്നും ഒരു മാറ്റം എവിടെ വരികയാണ്? ഇവിടെ എഴുത്തിൽ വരികയാണ്. നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഞാൻ, ഇനി അഗൈൻ ഞാൻ പറയുന്നില്ല. പാട്ടിന്റെ ലക്ഷണത്തിൽ എന്തൊക്കെ പറഞ്ഞിരുന്നു അത് കൃത്യമായി എന്താ പറയുക അനുസരിക്കാതെ ഒരു മാറ്റത്തിലേക്ക് വരുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഇവര് ഒരു സാംസ്കാരിക നവോത്ഥാനം ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് സാംസ്കാരിക നവോത്ഥാനം? നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു ദേവദാസികളെ വർണ്ണിച്ചു കൊണ്ടിട്ടുള്ള ശാരീരിക വർണ്ണനകള്, പ്രേമം തുടങ്ങിയ കാര്യങ്ങള് അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം നിൽക്കാതെ എങ്ങോട്ട് പോവുക? ഒരു ധാർമ്മികമായിട്ടുള്ള, ഒരു സാംസ്കാരികപരമായിട്ടുള്ള നവോത്ഥാനമാണ് ഭക്തിപ്രസ്ഥാനം കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയുന്നു. പക്ഷെ ഇതിന് നേരെ തിരിച്ചും പറയാറുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന, അവരെ എന്താ പറയുന്നത്, അവർ സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളോ എന്താ പറയുക ചെയ്യുകയും അവരെ ശക്തമായിട്ട് സമൂഹത്തിൽ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമയത്ത് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കംപ്ലീറ്റ്ലി എന്താണ് ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? സാംസ്കാരിക നവോത്ഥാനമല്ല. ഒരു സ്ത്രീപക്ഷത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് സാംസ്കാരികമായിട്ടുള്ള എന്താ പറയുക, അവരെ ഒന്ന് ഉള്ളിലേക്ക് തള്ളി കൊണ്ടുപോയിട്ടുള്ള ഒരു മാറ്റമായിരുന്നു ഇത് എന്നും എന്ത് ചെയ്യുന്നുണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും വായിച്ച സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം. ഞാൻ രണ്ട് തലങ്ങളിൽ നിന്നും കേട്ട അഭിപ്രായങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും സാംസ്കാരിക നവോത്ഥാനം എന്നുള്ള തലത്തിലേക്കുള്ള ഒരു ലക്ഷ്യം ഭക്തി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇനി മലയാളത്തിലെ
ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം എന്ന് പറയുന്നത് രാമപ്പണിക്കർ, നമ്മളുടെ കണ്ണശ കവികളിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള രാമപ്പണിക്കരാണ് കണ്ണശ രാമായണം കൊണ്ട് മുന്നോട്ടേക്ക് വരുന്നത്. മനസ്സിലാവുണ്ടോ? കണ്ണശ രാമായണവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് രാമപ്പണിക്കരാണ്. രാമപ്പണിക്കർക്കും മുൻപായിരുന്നു മറ്റ് ചില ആളുകൾ. ആരൊക്കെയാണ്? മാധവ പണിക്കരും ശങ്കര പണിക്കരും ഒക്കെ ഉണ്ടായിരുന്നു. മാധവ പണിക്കര് മലയൻകീഴാണ് ഇദ്ദേഹത്തിന്റെ, മലയൻകീഴാണ് ആര്? മാധവ പണിക്കരെന്നും. ശങ്കരപ്പണിക്കർ എന്ന് പറയുന്നത് വെള്ളാങ്ങല്ലൂർ എന്ന് പറയും. എവിടെയാണ്? വെള്ളാങ്ങല്ലൂർ. വെള്ളാങ്ങല്ലൂരാണ് ആര്? ശങ്കരപ്പണിക്കർ എന്നുമാണ് നമ്മൾ വിചാരിക്കുന്നത്. മലയൻകീഴ് മാധവ പണിക്കർ, ശങ്കരപ്പണിക്കർ വെള്ളാങ്ങല്ലൂർ എന്നാണ് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൃതികൾ നിങ്ങൾ PSC പെർസ്പെക്റ്റീവിൽ ഓർത്ത് വെക്കാം. രാമപ്പണിക്കരാണ് കണ്ണശ രാമായണം, രാമപ്പണിക്കർ എന്ന് ഓർത്ത് വെക്കൂ. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണം. അതുപോലെ തന്നെ കണ്ണശ ഭാരതം, കണ്ണശ ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം, ഇതൊക്കെ രാമപ്പണിക്കരാണ്. ഭാഷാ ഭഗവത്ഗീത മുഴുവനായി ഭാഷയിലേക്ക് മാറ്റി, ഭാഷയിൽ എന്ത് ചെയ്യുകയാണ്? ഭഗവത്ഗീത മുഴുവനായിട്ട് കൊണ്ടുവന്ന ആളായിരുന്നു മാധവ പണിക്കർ. ഓക്കെ ആണല്ലോ. ഇനി ഭാരതമാല എഴുതിയത് ആരായിരുന്നു? അത് ശങ്കര പണിക്കറായിരുന്നു. ഭാരതമാല എഴുതിയത് ആരായിരുന്നു? ശങ്കര പണിക്കറായിരുന്നു. ഇനി ഈ കണ്ണശ കവികളുടെ, നിരണം കവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയാണ് ഇവരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 14-15 നൂറ്റാണ്ടുകളാണ്. CE 14-15 നൂറ്റാണ്ടുകളാണ് നിരണം കവികളുടെ കാലഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിചാരിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഈ ഒരു എന്താ പറയുന്നത്, നിരണം കവികൾ അഥവാ കണ്ണശ കവികൾ ഫോളോ ചെയ്തിരുന്ന വൃത്തമാണ് ഏതെന്ന് പറയുന്നത്? ദീർഘതരംഗിണി വൃത്തം, അഥവാ ഇത് ഏത് പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നു? നിരണം വൃത്തം എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെട്ടിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവർ ഉപയോഗിച്ചു തുടങ്ങിയ, ഇവര് എന്താ പറയുക, പ്രശസ്തമാക്കി എഴുതിയിട്ടുള്ള വൃത്തമായതുകൊണ്ട് തന്നെ ദീർഘതരംഗിണി എന്ന് പറയുന്ന വൃത്തം നിരണം വൃത്തം എന്ന പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നു. ഈ ദീർഘതരംഗിണിയാണത്ര പിന്നീട് തുള്ളൽ ഉപയോഗിക്കപ്പെട്ട തരംഗിണി വൃത്തത്തിന് ഒരു എന്താ പറയുന്നത്, ഒരു അടിസ്ഥാനമാകുന്നത് ഈ ദീർഘതരംഗിണിയാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? തുള്ളൽ ഉപയോഗിച്ചിരുന്ന ഏതായിരുന്നു? തരംഗിണി വൃത്തവുമായിരുന്നു. ഓർത്ത് വയ്ക്കുമല്ലോ കൃത്യമായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് പോകുന്നത്, നിരണം കൃതികൾ മുന്നോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പൊ ലീലാതിലകത്തിന്റെ എന്താ പറയുക, ആ സമയത്തിന് ശേഷം കൃഷ്ണഗാഥയുടെയൊക്കെ കുറച്ച് മുൻപായിട്ട് ഭക്തി പ്രസ്ഥാനത്തിന്റെ തുടക്കം നമുക്ക് എവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്? ഈ കണ്ണശ കവികളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളുടെ ഈ കണ്ണശ രാമായണം അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടി ഓർത്ത് വെക്കുക. എന്താണ്? കാച്ചിക്കുറുക്കിയ വാത്മീകി രാമായണം. കാച്ചിക്കുറുക്കിയ വാത്മീകി രാമായണം എന്ന പേരിൽ അറിയപ്പെടുന്നത് കണ്ണശ രാമായണമാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഭക്തിപ്രസ്ഥാനത്തിൽ ഈ വന്നതിനോടൊപ്പം ഇവർ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട എന്താ പറയുക, ചരിത്രപരമായ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ഒന്ന്, ഭക്തിപ്രസ്ഥാനം വളരുന്നു, ആളുകളുടെ ഉള്ളിൽ ഭക്തി എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്യുകയാണ്, വളർത്തുകയാണ്. പാട്ടിന്റെ ലക്ഷണങ്ങളെ ഇവരെന്ത് ചെയ്യുന്നു, ഇവർ മറികടക്കുന്നു. മണിപ്രവാള സാഹിത്യത്തിന്റെ രീതികളിൽ നിന്നൊരു മോചനം അവർ തേടുന്നു. ഒപ്പം സംസ്കൃത പദങ്ങളുടെ ഉപയോഗം, അതായത് നോക്കിയിട്ട് തമിഴിൽ നിന്ന് ഇങ്ങനെ വേർപിടിച്ച് വരുന്നുണ്ട്. സംസ്കൃത പദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായി, അതായത് തൽഭവങ്ങളായി ഉപയോഗിക്കുക, തത്സമങ്ങളായി ഉപയോഗിക്കുക എന്നൊക്കെ പറയും. അഗൈൻ നിങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ട് അറിയേണ്ട ആവശ്യമില്ല. സംസ്കൃത പദങ്ങൾ മലയാളവുമായി ചേർത്ത് തൽഭവങ്ങളായിട്ട് ഉപയോഗിക്കാം, തൽസമങ്ങളായിട്ട് ഉപയോഗിക്കാം. മനസ്സിലായോ? അതായത് ആ വാക്കിന്റെ അതേപോലെ രീതിയിൽ ഉപയോഗിക്കാം. ചെറിയ അതിലേക്ക് അഗൈൻ ഞാൻ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ സംസ്കൃത പദങ്ങൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഈ പാട്ടിന്റെ അവസാന തലങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരെണ്ണം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. അത് രാമകഥപ്പാട്ടാണ്. ഏതാണ്? രാമകഥപ്പാട്ട്. രാമകഥപ്പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അയ്യപ്പിള്ള ആശാനാണ്. ആരാണ്? അയ്യപ്പിള്ള ആശാൻ. അയ്യപ്പിള്ള ആശാനാണ് രാമകഥപ്പാട്ടിന്റെ രചയിതാവായിട്ട് നമ്മൾ കരുതുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നടക്കുന്നു, ഭക്തി പ്രസ്ഥാനം വളരുന്നു. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഭക്തി പ്രസ്ഥാനത്തിലേക്ക് നമ്മളെ എത്തിച്ചത്
പാട്ട് പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിനോടൊപ്പം സഞ്ചരിച്ച മറ്റൊരു പ്രസ്ഥാനമുണ്ടായിരുന്നു. അതായിരുന്നു മണിപ്രവാള സാഹിത്യം. ഏതാണ്? മണിപ്രവാള സാഹിത്യം. ഇത് CE 13 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടുകളുടെ സമയത്താണ് മണിപ്രവാള സാഹിത്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതുന്നത്. എന്താണ് മണിപ്രവാള സാഹിത്യത്തിന്റെ ലക്ഷണം ലീലാതിലകത്തിൽ പറയുന്നത്? പാട്ടിന്റെ ലക്ഷണം നമ്മൾ കണ്ടിരുന്നു അല്ലേ? പാട്ടിന്റെ ലക്ഷണം വളരെ കൃത്യമായിട്ട് നമ്മൾ ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യദുഗ മോന വൃത്ത വിശേഷയുക്തം പാട്ട് എന്ന് നമ്മൾ അതിന്റെ അർത്ഥവും നമ്മൾ കണ്ടു. ഇവിടെ ഭാഷ സംസ്കൃതയോഗോ മണിപ്രവാളം എന്നാണ് പറയുന്നത്. എന്താണ് മണിപ്രവാളം? മണിപ്രവാളം, മുത്ത് പവിഴം, മുത്തും പവിഴവും ചേർത്ത് കോർത്തതുപോലെ പോവണം മണിപ്രവാളം. എന്തൊക്കെയാണ് മുത്തും പവിഴവും? നോക്കൂ, മുത്തും പവിഴവും എന്നത് എന്താണ്? അതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മുത്തും പവിഴും, ഇത് ഡയറക്റ്റ്ലി പറയാറില്ല കേട്ടോ, എന്നാലും ഞാൻ പറയുകയാണ്. മണി എന്ന പദം മലയാളത്തെയും പ്രവാളം എന്ന പദം സംസ്കൃതത്തെയുമാണ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മലയാളം എന്ന് പറയുന്നത് ഇന്നത്തെ മലയാളമല്ല, ഭാഷ. അന്ന് നിലവിൽ നിന്നുണ്ടായിരുന്ന മലയാളത്തിനെ ഭാഷ എന്നാണ് വിളിച്ചിരുന്നത് പറഞ്ഞിരുന്നില്ലേ? ഭാഷയും സംസ്കൃതവും അതിൻ്റെ യോഗം. മനസ്സിലാവുണ്ടോ? ഭാഷാ സംസ്കൃത യോഗവും മണിപ്രവാളം. ഭാഷയും സംസ്കൃതവും യോഗം എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നാണ്? ഹൃദയങ്ങൾക്ക്, അതായത് വായിക്കുന്ന ആളുകൾക്ക് ആനന്ദം കൊടുക്കുന്ന രീതിയിൽ ഭാഷയും സംസ്കൃതവും ചേരുന്ന, മുത്തും പവിഴവും ചേർത്തിട്ട് എന്താണ് ഒരു നൂലിൽ കോർക്കുന്നത് പോലെ. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ മണിപ്രവാളം ഉണ്ടാവണമെന്നാണ് ലീലാതിലകക്കാരൻ പറഞ്ഞിരുന്നത്. മനസ്സിലായോ? ഓർക്കാനായിട്ട് പ്രത്യേകം എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കുക. കൃത്യമാണ് ആ ഭാഗം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എന്തിന്റെ ആരംഭം കാണുന്നു? നമ്മൾ മണിപ്രവാള സാഹിത്യത്തിന്റെ ലക്ഷണം ഈ രീതിയിൽ എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്. ഓക്കെ അല്ലേ? കൃത്യമാണല്ലോ. ഇനി ആദ്യമായിട്ട്, അതായത് ഇതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത് ഏത് കാലഘട്ടത്തിനെയാണ്? നോക്കൂ, സംസ്കൃത പദങ്ങൾ ഇതിൽ മണിപ്രവാളം. അപ്പൊ സംസ്കൃതത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള സ്ഥാനം സംസ്കൃതത്തിന് അവിടെയുണ്ട് അല്ലേ? ഭാഷ എന്ന് പറയുന്നത് തമിഴുമായി ചേർന്ന് പോകുന്നതിൽ നിന്ന്, പാട്ട് തമിഴുമായിട്ടുള്ള ബന്ധമാണല്ലോ. ഇതെന്താണ്? സംസ്കൃതവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 8ാം നൂറ്റാണ്ട് മുതൽ, ഒരു 8th century CE മുതൽ ഇങ്ങോട്ട് നമ്മൾ ആര്യാധിനിവേശം എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ബ്രാഹ്മണ നമ്പൂതിരി സമുദായങ്ങളുടെ ഇങ്ങോട്ടുള്ള വരവ്, ഒരു ഒഴുക്ക് നമ്മൾ കാണുന്നത് ഒരു 8ാം നൂറ്റാണ്ട് മുതലാണ്. ഈ കാലഘട്ടം മുതൽ സംസ്കൃതവും ആ കാലഘട്ടത്തിലെ കേരള ഭാഷ എന്തായിരുന്നു അതും കൂടി ചേർന്നിട്ട് ഒരു ഭാഷയുടെ ഒരു മിശ്ര ഭാഷ ഉണ്ടാകുന്നുണ്ട്. പതുക്കെ മനസ്സിലാവുന്നുണ്ട്? ഭാഷാ മിശ്രണം നടക്കുന്നുണ്ട്. ഈ മിശ്ര ഭാഷയുടെ ഒരു സാഹിത്യ രൂപമായിട്ടാണ് മണിപ്രവാളം മാറുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ ഒരു സാഹിത്യ രൂപമാണ് മണിപ്രവാളമായിട്ട് മാറുന്നത്. ഇനി ഏതാണ്ട് ഒരു 9ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 9-10 നൂറ്റാണ്ടുകളുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരാളായിട്ട് നമ്മൾ തോലനെ കണക്കാക്കുന്നത്. ആരെ കണക്കാക്കുന്നത്? തോലനെ കണക്കാക്കുന്നത്. അപ്പോൾ തോലൻ, നിങ്ങൾ കൂടിയാട്ടം എന്ന് കേട്ടിട്ടില്ലേ? ഈ കൂടിയാട്ടത്തിൽ ആരുണ്ട്? വിദൂഷകനുണ്ട്. ആരുണ്ട്? വിദൂഷകൻ. ഈ വിദൂഷകൻ എല്ലാം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? സംസ്കൃതത്തിലാണ് പറയുക. വളരെ കൃത്യമായ സംസ്കൃതത്തിൽ പ്രതിശ്ലോകങ്ങൾ എന്ന് പറയും. എന്താണ് പ്രതിശ്ലോകങ്ങൾ? തിരിച്ച് മറുപടി പറയുന്ന പോലെ പ്രതിശ്ലോകങ്ങളുണ്ട്. ഓക്കെ, പ്രതിശ്ലോകങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ വിദൂഷകൻ അദ്ദേഹത്തിന്റെ പ്രതിശ്ലോകങ്ങൾ എന്ത് ചെയ്യുകയാണ്? പറയും. ഇതാണ് ആദ്യത്തെ ഒരു മണിപ്രവാള സ്വഭാവമുള്ള എഴുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ തോലനാണ് ഇതിന്റെ ആരംഭം. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിദൂഷകന്റെ പ്രതിശ്ലോകങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ രീതിയിലുള്ള രചന കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി മണിപ്രവാളത്തിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും. മണിപ്രവാളത്തിന്റെ ഒന്നാമത്തെ സ്വഭാവം എന്താണ്? ഒന്ന്, അത് ബ്രാഹ്മണരാണ് അല്ലെ, അതായത് ഉന്നത ജാതിക്കാർ എന്നു കരുതിയിരുന്ന, സംസ്കൃതം മാതൃഭാഷയായിട്ട് കൊണ്ടു നടന്നിരുന്ന, ഉന്നത കുലർ എന്ന് കണക്കാക്കിയിരുന്ന ആളുകളാണ് അല്ലെ, സംസ്കൃതം അറിയുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഇത് രചിക്കുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ്? ശൃംഗാരഭാവമാണ്, ശൃംഗാരരസമാണ് കൂടുതൽ. അതായത് ദേവദാസികളെ കുറിച്ച് അവരുടെ വർണ്ണനകൾ, അവരുടെ പ്രകീർത്തനങ്ങളാണ് ശൃംഗാര രീതിയിൽ ദേവദാസി പ്രകീർത്തനങ്ങളായിട്ട് നമുക്ക് ഇവയെ കാണാനായിട്ട് സാധിക്കും. ദേവദാസി പ്രകീർത്തനങ്ങളാണ്. പക്ഷെ ഇവയിൽ എന്തും കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്? ആ കാലഘട്ടത്തിൻ്റെ സമകാലിക
ജീവിതവും നമുക്ക് ഈ കൃതികളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളോട്, ഇപ്പോൾ ഒരാളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആളുടെ ദേശം, ആ ദേശത്തിലേക്കുള്ള യാത്ര, ഇതൊക്കെ കൂടി ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കയറി വരും. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ആ കാലഘട്ടത്തിൽ ആളുകൾ എന്തൊക്കെ ചെയ്തു. അപ്പോൾ ചില കച്ചവടം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയും. അവിടെ കൊല്ലത്തെ എന്താ പറയുന്നത്, കടപ്പുറത്ത് ചൈനീസ് കപ്പലുകൾ വന്ന് കിടക്കുന്നുണ്ട് എന്നവർ ചിലപ്പോൾ പറയും. ചൈനീസ് വലകളെ കുറിച്ച് അവർ പറയും. ചൈനീസ് പാത്രങ്ങളെ കുറിച്ച് അവർ പറയും. ഇത് കണ്ടു എന്നവർ പറയും. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ കാലഘട്ടത്തിലെ സമൂഹത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മണിപ്രവാള സാഹിത്യം സമകാലിക ജീവിതത്തിനെ കുറിച്ചും നമുക്കൊരു എന്ത് തന്നിട്ടുണ്ടായിരുന്നു? സൂചന തന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി മണിപ്രവാള സാഹിത്യത്തിലെ എല്ലാ ലക്ഷണവും നമ്മളിങ്ങനെ ഒത്തുനോക്കുന്ന സമയത്ത് ആദ്യത്തെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, മണിപ്രവാള കൃതി എന്ന തരത്തിൽ നമ്മൾ കണക്കാക്കുന്നത് ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അത് വൈശികതന്ത്രമാണ്. വൈശികതന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേശ്യാവൃത്തി എന്നുള്ള തലത്തിലേക്ക് എന്ന് എന്ന വാക്ക് ഉപയോഗിക്കാമോ എന്ന് എത്രത്തോളം അറിയില്ല, എന്നാലും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഗണിക എന്നാണ് പറയുക. എന്താണ് ഗണിക എന്ന് പറയും? ഒരു ഗണിക എന്ത് ചെയ്യുകയാണ്? തൻ്റെ താഴെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യുകയാണ്? അതായത് ഒരു മുത്തശ്ശി പേരെ കുട്ടിക്ക് എന്നുള്ള ചില ആളുകൾ പറയുന്നുണ്ട്. ചില വയസ്സായിട്ടുള്ള ഒരാൾ താഴെയുള്ള പുതിയതായിട്ട് ദേവദാസി എന്ന തരത്തിലേക്ക് വരുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇതിൻ്റെ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കും, എങ്ങനെയെല്ലാമാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള വൈശിക തന്ത്രം പറഞ്ഞു കൊടുക്കുന്നു എന്നതാണ് എന്ത് ചെയ്യുന്നത്? വൈശിക തന്ത്രത്തിൽ പറയുന്നത്. എന്നാൽ അതിനോടൊപ്പം എന്താണ്? ആളുകളെക്കുറിച്ച്, അതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച്, സൊസൈറ്റിയെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ വൈശിക തന്ത്രം. ഇനി ഏതാണ്ട് ഈ ഒരു രീതി അവസാനിക്കുന്നത് ചന്ദ്രോത്സവം എന്ന കൃതി, അതായത് മണിപ്രവാള സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താ പറയുക, ഈ രീതിയിലേക്ക് ഉള്ള ഒരു നമ്മളുടെ ആ ഒരു ഫ്ലോ നമുക്ക് അവസാനിക്കുന്ന ഒരു തലം എന്നത് ഏത് മനസ്സിലാക്കാം? ചന്ദ്രോത്സവം എന്ന തലത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനിടയിൽ ഒരുപാട് കൃതികളുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ നമുക്ക് പ്രധാനപ്പെട്ട തലത്തൊക്കെ നമ്മളിവിടെ പരാമർശിക്കുന്നത് ആയിരിക്കും. ഇനി മണിപ്രവാള കൃതികളെ ചമ്പുക്കളെന്നും സന്ദേശകാവ്യങ്ങളെന്നും രണ്ടായി തിരിക്കാറുണ്ട്. ഇവ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യും? ഉടനെ തന്നെ പറയുന്നതായിരിക്കും. നോക്കൂ, മണിപ്രവാള കൃതിയിൽ ആദ്യ സമ്പൂർണ്ണ കൃതിയായി കണക്കാക്കുന്നത് വൈശിക തന്ത്രമാണ്. പ്രാചീന മണിപ്രവാളങ്ങൾ ദേവദാസി വർണ്ണനകളാണ് കൂടുതൽ. പ്രാചീന മണിപ്രവാളങ്ങളായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അവയിൽ ദേവദാസി വർണ്ണനകളാണ് കൂടുതലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഏത് രീതിയിൽ കൂടി വിളിക്കാറുണ്ട്? അച്ചീചരിതങ്ങൾ എന്ന പേരിൽ കൂടി ഇവയെ വിളിക്കാറുണ്ട്. അച്ചീചരിതങ്ങൾ എന്ന പേരിൽ കൂടി വിളിക്കാറുണ്ട്. നോക്കൂ, ചമ്പുക്കൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ? ചമ്പുക്കൾ എന്താ അറിയോ? ചമ്പുക്കളുടെ പ്രത്യേകം എന്താ അറിയോ? അത് ഗദ്യ പദ്യമയമാണ്. ഗദ്യം മാത്രമോ പദ്യം മാത്രമോ അല്ല, ഗദ്യവും പദ്യവും ഇടകലർന്ന് വരുന്ന രീതിയിലുള്ള എഴുത്തുകളെ, മണിപ്രവാള എഴുത്തിനെയാണ് ചമ്പുക്കൾ എന്ന പേരിൽ പറയാറുള്ളത്. മനസ്സിലായോ? ചമ്പുക്കളുടെ പ്രധാന ഉദാഹരണങ്ങൾ ഇത്തരത്തിലുള്ള അച്ചീചരിതങ്ങളിൽ ചിലതാ. ഏതൊക്കെയാണ്? ഉണ്ണി അച്ചീചരിതം, ഉണ്ണി ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നീ പറഞ്ഞ ഈ 3 ചരിതങ്ങളാണ് അച്ചീചരിതങ്ങൾ. ഇതൊക്കെ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വളരെ ഫേമസ് ആയിട്ടുള്ള ദേവദാസികളാണ്. ഉണ്ണിയച്ചി, ഉണ്ണിച്ചിരുദേവി, ഉണ്ണിയാടി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവരെയൊക്കെ കാണാൻ വേണ്ടി രാജാക്കന്മാരും വലിയ കച്ചവടക്കാരും പുറമെ ദേശത്തുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുകയാണ്? കവികളും ഒക്കെ എന്താണ്, അവര് വന്ന് കാത്തു കെട്ടിക്കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പൊ ഇവരുടെ സൗന്ദര്യത്തിനെ കുറിച്ച്, ഇവരുടെ ദേശത്തിനെ കുറിച്ച്, അവിടേക്കുള്ള യാത്രയെക്കുറിച്ച് ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിലെ കൃതികൾ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ശൃംഗാര വർണ്ണനകള്, ദേവദാസികളെ പുകഴ്ത്തുന്നത്, ആ കാലഘട്ടത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ, ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചമ്പുക്കൾ എന്താ പ്രത്യേകത? എന്താണ്? അതിൽ ഗദ്യവും പദ്യവും ഇടകലർന്ന് വരുന്ന ഗദ്യപദ്യമയമാണ് ചമ്പുക്കൾ എന്ന കാര്യം ഓർക്കാനായിട്ട് പ്രത്യേകം എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞില്ലേ സന്ദേശകാവ്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നില്ലേ? സന്ദേശകാവ്യങ്ങൾ നോക്കുമ്പോൾ ആദ്യത്തെ മണിപ്രവാളത്തിലെ ആദ്യ സന്ദേശകാവ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ്? നമ്മൾ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമുക്ക് എന്താ പറയുക, കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്ന പ്രാചീന മണിപ്രവാളത്തിൽ പെടുന്ന സന്ദേശകാവ്യമാണ് ഏതെന്ന് പറയുന്നത്? ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത്. മനസ്സിലായോ? കൃത്യമാണോ? സംശയമൊന്നുമില്ലല്ലോ ഈ കാര്യത്തിൽ. ഇത് അച്ചടിച്ച് വരുന്ന ആദ്യമായിട്ട് രസികരഞ്ജിനി എന്ന് പറയുന്ന ഏതാണ്? മാസികയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതേ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു സന്ദേശകാവ്യമാണ് കോക സന്ദേശം. കോക സന്ദേശം എന്ന് വെച്ചാൽ കോകം സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നോക്കൂ, ഉണ്ണുനീലി സന്ദേശം അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ എന്താ കഥ അറിയോ? ചുരുക്കി പറഞ്ഞുതരാം. കടുത്തുരുത്തി ഉണ്ട്. എവിടെയാണ് കടുത്തുരുത്തി? കടുത്തുരുത്തിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്ത് ചെയ്യുകയാണ്? അതായത് ഉണ്ണുനീലി എന്ന് പറയുന്ന ഈ ഒരു ദേവദാസി, വളരെ മനോഹരിയായിട്ടുള്ള സൗന്ദര്യം നിറഞ്ഞിട്ടുള്ള ഉണ്ണുനീലിയുടെ ഒപ്പം കിടന്നുറങ്ങുന്ന ഈ കവിത എഴുതിയിട്ടുള്ള ആളെ എന്ത് ചെയ്യുകയാണ്? ഒരു യക്ഷി എന്ത് ചെയ്യുകയാണ്? അങ്ങ് കിഡ്നാപ്പ് ചെയ്തിട്ട്, കിടക്കയിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് പോവുകയാണ്.
ഈ മൂപ്പര് നല്ല ഉറക്കാണ്. എന്നിട്ട് തിരുവനന്തപുരത്തിന്റെ ആകാശത്തിലേക്ക് എത്തുമ്പോഴാണ് ആൾ ഉണരുന്നതും എന്തൊക്കെയോ മന്ത്രം ചൊല്ലിയിട്ട് ആളത്ത് പതുക്കെ താഴെ ലാൻഡ് ചെയ്യുന്നതും. ലാൻഡ് ചെയ്ത സ്ഥലം ഏതായിരുന്നു? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെയാണ് ആൾ പോയിട്ട് എന്ത് ചെയ്യുന്നത്, ആൾ പോയിട്ട് ലാൻഡ് ചെയ്യുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവിടെയായിട്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി തിരുവനന്തപുരത്താണെന്ന് മനസ്സിലായി ആൾക്ക്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ആ സമയത്താണ് ആളുടെ ഭാഗ്യത്തിന് തൃപ്പാപ്പൂർ മൂപ്പിലായിട്ടുള്ള ആരാണ്, ആദിത്യവർമ്മ. തൃപ്പാപ്പൂർ എന്ന് വെച്ചാൽ പണ്ട് തിരുവിതാംകൂറിന്റെ മുമ്പുള്ള തിരുവിതാംകൂർ അറിയപ്പെടുന്നത് തൃപ്പാപ്പൂർ എന്നാണ്. അപ്പൊ തൃപ്പാപ്പൂർ എന്താ പറയുക രാജാവായിട്ടുള്ള ആദിത്യവർമ്മൻ ആരാണ്, ആദിത്യവർമ്മൻ വരികയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഈ കടുത്തുരുത്തിയിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഉണ്ണുനീലിക്ക് ഒരു സന്ദേശം കൊടുത്തയക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ആദിത്യവർമ്മൻ എന്ത് പറഞ്ഞു കൊടുക്കണം, പോകുന്ന വഴി എന്തൊക്കെയാ, ഏതൊക്കെ വഴി പോകണമെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓരോരോ ദേശത്തിന്റെയും പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൊല്ലത്തിനെ കുറിച്ച്. അങ്ങനെ 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 കടുത്തുരുത്തി വരേക്കും എന്ത് ചെയ്യുകയാണ്, എങ്ങനെ എത്തണം എന്നുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ആ കാലഘട്ടത്തിന്റെ ഒരു സാമൂഹികപരമായിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, ഓരോ ആളുകൾ എന്തെല്ലാം ചെയ്തു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാവ്യം കൂടിയാണ് ഉണ്ണുനീലി സന്ദേശം. മനസ്സിലായോ നിങ്ങൾക്ക്? അതുപോലെ കോക സന്ദേശം. കോക സന്ദേശം എവിടുന്ന് എവിടേക്കാ, തിരുനാവായ തൃപ്പങ്ങോട്ട് അടുത്തുള്ള തിരുനാവായ തൃപ്പങ്ങോട്ട് നിന്ന് കൊല്ലത്തേക്ക് എന്ത് ചെയ്യുകയാണ്, കോകം എന്ന് വെച്ചാൽ ആ സമയത്ത് ചക്രവാകം എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ചക്രവാകം ശരിക്കുള്ള ഒരു പക്ഷിയല്ല. ചക്രവാകം ഒരു സാങ്കല്പിക പക്ഷിയാണ്. ഇപ്പോൾ ഗൂഗിളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആ പക്ഷിയുടെ പേര് മറന്നുപോയി, ഒന്നിന് ചക്രവാകം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചക്രവാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്രവാകം രാത്രിയാവുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക നീന്തുന്ന സമയത്ത് ഇത് തല ഇങ്ങനെ ഉള്ളിലോട്ട് എന്താ ഇട്ടിട്ട് എന്തൊക്കെ തപ്പുമെന്നും ആ സമയത്ത് കുറച്ച് സമയത്തേക്ക് അതിൻ്റെ ഇണയെ കാണാണ്ടിരിക്കുമ്പോഴേക്കും അയ്യോ ഇത് എൻ്റെ ഇണ കാണാനില്ല എന്നിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കും. അതായത് വിരഹം, പ്രണയത്തിലെ വിരഹം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഭാവത്തിനെ ഏറ്റവും വലിയ രീതിയിൽ സൂചിപ്പിക്കുന്ന ഒരു പക്ഷിയാണ് അത്ര ചക്രവാക പക്ഷി, കോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എന്ത് ചെയ്യാണ്, പറ്റിയാളുടെ അടുത്ത് കൊടുത്തയക്കുന്നത് അല്ലെ, ഇതിൻ്റെ അടുത്തൊരു സന്ദേശം കൊടുത്തയക്കുകയാണ്. ഈ തൃപ്പങ്ങോട്ട് തിരുനാവായെന്ന് കൊല്ലത്തേക്ക് എന്ത് ചെയ്യുകയാണ്, സന്ദേശം കൊടുത്തയക്കുകയാണ്. എപ്പോഴും സന്ദേശവാഹകരുണ്ടാവും. ഇവിടെ ആദിത്യവർമ്മനാണ്, ഇവിടെ ചക്രവാകമാണ്, പിന്നെ മേഘ സന്ദേശം, മയൂര സന്ദേശം, അങ്ങനെ കുറേ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സന്ദേശകാവ്യങ്ങളിലെ പ്രധാനപ്പെട്ട രീതികൾ. സന്ദേശം വഹിക്കുന്ന ആളുകളുടെ പേരിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത് പലപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ ശുഗ സന്ദേശം ഇതാരായിരുന്നു, ലക്ഷ്മീദാസനായിരുന്നു. കോകില സന്ദേശം ഇതാരായിരുന്നു, ഉദ്ദണ്ഡ ശാസ്ത്രികളായിരുന്നു. ആരായിരുന്നു, ഉദ്ദണ്ഡ ശാസ്ത്രികളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഇങ്ങനെ സന്ദേശകാവ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. പിന്നെ ഒരു ആധുനിക തലത്തിലേക്ക്, ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മൾ വരുന്ന ആധുനിക മണിപ്രവാളത്തിന്റെ, അതായത് സംസ്കൃതം നന്നായിട്ട് വരുന്ന ഈ മണിപ്രവാള കൃതികളുടെ രീതികൾ എന്താ പറയുക, തങ്ങൾക്കും സ്വീകാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ പ്രശസ്തമായിട്ടുള്ള 1895 രചിക്കപ്പെട്ടിട്ടുള്ള വലിയ കോയിത്തമ്പുരാൻ, കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ ഒരു സന്ദേശകാവ്യമാണ് മയൂര സന്ദേശം. ഇതിന് വലിയ സ്വീകാര്യത കിട്ടിയതിന് ശേഷം എന്ത് സംഭവിച്ചു അറിയോ, ഒരു ട്രെയിൻ പിടിച്ചെഴുതുന്ന പോലെ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ട്രെൻഡ്, ഒരു പർട്ടിക്കുലർ പാട്ട് ട്രെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റഗ്രാം മൊത്തം എന്തായിരിക്കും, ആ പാട്ട് വെച്ചിട്ടുള്ള റീലുകളുടെ ബഹളമായിരിക്കും. പിന്നെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. അതുപോലെ വലിയ കോയിത്തമ്പുരാന്റെ മയൂര സന്ദേശം ഹിറ്റായപ്പോൾ എന്ത് ചെയ്തു, പിന്നീട് ആളുകൾ മൊത്തം ഇങ്ങനെ സന്ദേശകാവ്യത്തിന്റെ ഒരു ഒഴുക്കായി. ഇതിനെ കളിയാക്കിക്കൊണ്ട്, ഏതാണ്, ഇതിനെ കളിയാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയായിരുന്നു ദാത്യുഹ സന്ദേശം. ഇത് ശീവൊള്ളി നമ്പൂതിരിയാണ് എഴുതുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് പറയുന്ന പോലെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇവിടെ കൊണ്ട് തെറിവിളി ആയിരുന്നില്ല. അതിനെ കളിയാക്കിയിട്ട് എന്ത് ചെയ്യും, അതുപോലൊരു കവിത തിരിച്ചെഴുതും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ശീവൊള്ളി നമ്പൂതിരി അതിനെ വിമർശിക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിന് തത്തുല്യമായിട്ടുള്ള രീതിയിൽ അതിനെ കളിയാക്കി. ദാത്യൂഹം പറഞ്ഞ മൂങ്ങയോ മറ്റെയാണ്. മൂങ്ങ രാത്രി മാത്രം ഉണരുന്ന ഒരാളാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ പറഞ്ഞിട്ടായിരിക്കാം മൂങ്ങയെപ്പോലെ. സാധാരണ ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ്സിനെയും ആളുകളെയും രാജാക്കന്മാരെയും മേഘത്തിനെയൊക്കെയാണല്ലോ സന്ദേശവാഹകരായിട്ട് എടുക്കുക. ഇത് ദാത്യൂഹ സന്ദേശം എന്നും പറഞ്ഞിട്ട് ശീവൊള്ളി നമ്പൂതിരി ഇവരെയൊക്കെ കളിയാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സന്ദേശകാവ്യം എഴുതുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ ദാത്യൂഹ സന്ദേശം ആരാണ് എഴുതിയത്? ശീവൊള്ളി നമ്പൂതിരിയാണ് എഴുതിയത്. പലപ്പോഴും PSC ഇത് മുഴുവനൊന്നും വന്നിട്ടില്ല. പക്ഷെ എന്താണ്, ഇത്തരത്തിൽ ചില പ്രധാനപ്പെട്ട സന്ദേശകാവ്യങ്ങളുടെയൊക്കെ പേര് എന്ത് ചെയ്യുന്നതാണ് ചോദിക്കാറുണ്ട്. അത് എഴുതിയത്, അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ചമ്പുക്കൾ നോക്കുകയാണെങ്കിൽ ഉണ്ണിയച്ചി ചരിതമുണ്ട്. ഏതാണ്? ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതമാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട നമുക്ക് കിട്ടിയിട്ടുള്ള ചമ്പുമായിട്ട് കണക്കാക്കുന്നത്. ഭാഷയിൽ കേട്ടോ, ഭാഷയിലെ ആദ്യത്തെ ചമ്പുമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ഉണ്ണിയച്ചി ചരിതമാണ്. അപ്പോൾ ഈ ഉണ്ണിയച്ചി ചരിതം ഏതാണ്ട് മൂന്നാമത്തെ ഒരു 13th സെഞ്ചുറിയിലൊക്കെയാണ് ഉണ്ണിയച്ചി ചരിതം രചിക്കപ്പെട്ടതായി നമ്മൾ കണക്കാക്കുന്നത്. ചമ്പുക്കളിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? ഭാഷയും സംസ്കൃതവും കലർത്തിയിട്ടുണ്ട്. പദ്യവും ഗദ്യവും മിശ്രിതമാണ്. അപ്പോൾ ഭാഷയുണ്ട്, സംസ്കൃതമുണ്ട്,
പദ്യവുമുണ്ട് ഗദ്യവുമുണ്ട്. ഇങ്ങനെ മിക്സ്ഡ് അപ്പ് ആയിട്ടുള്ള കൃതികളാണ് ഇത് ചമ്പുക്കൾ. മണിപ്രവാളത്തിന്റെ ഭാഗമാണ് ചമ്പുക്കൾ എന്ന് പറയുന്നത്. ഇനി അതിൽ ഉണ്ണിയച്ചി ചരിതം ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ആദ്യ ചമ്പുകാവ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇത് എഴുതിയത് തേവൻ ചിരികുമാരൻ എന്നാണ് കാണുന്നത്. ഈ കൃതിയിൽ തന്നെ തേവൻ ചിരികുമാരൻ എന്ന് പറയുന്നത്. എന്താ തേവൻ ചിരികുമാരൻ? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ദേവൻ. ഇത് ഇപ്പോഴത്തെ മലയാളത്തിലേക്ക് എന്താവും? ദേവൻ ശ്രീകുമാരൻ അല്ലെ, അല്ലെങ്കിൽ ശ്രീകുമാർ എന്ന് വേണമെങ്കിൽ ഒന്നും കൂടി ആധുനികവാക്യാകാം. എന്തുകൊണ്ടാ കാരണം? ദാ ഇല്ല. കാരണം എന്താണ്? അത് അവിടെ തായ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ദ്രമിഡ സംഘാതം എന്നുള്ള രീതിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ഇത് പുറത്തോട്ടങ്ങ് വന്നിട്ടില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ആ കാലഘട്ടത്തിൽ ഭാഷ എന്തുമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്? മണിപ്രവാളമാണ്, സംസ്കൃത വാക്കുകളുണ്ട്. പക്ഷെ എപ്പോഴും എന്താണ് ഈ രീതിയിൽ ദേവൻ, ദേയ്ക്ക് പകരം താ മാത്രമേ ഉപയോഗിക്കുള്ളൂ. മനസ്സിലോ? തേവൻ ചിരികുമാരൻ, ഷാ ഇല്ല. മനസ്സിലായോ? അപ്പൊ ച മനസ്സിലാണോ? ചിരികുമാരൻ. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അപ്ലിക്കബിൾ ആയി വരുന്നത്. അത്രയ്ക്കൊന്നും നിങ്ങൾ ഡീപ്പായി പഠിക്കേണ്ട, ഞാൻ ഉദാഹരണം കണ്ടപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഉണ്ണിയാടി ചരിതം, അത് ദാമോദര ചാക്യാർ എഴുതി എന്ന് നമ്മൾ കണക്കാക്കുന്നു. ഇനി അതുപോലെ തന്നെ മറ്റു ചിലതാണ് ഭാരതം ചമ്പു, രാമായണം ചമ്പു. ഇത് രണ്ടും പുനം നമ്പൂതിരിയാണ് എഴുതിയിട്ടുള്ളത്. ആരാണ്? പുനം നമ്പൂതിരിയാണ് ഏത് എഴുതിയിട്ടുള്ളത്? ഈ രണ്ടെണ്ണം, നമ്മളുടെ രാമായണം ചമ്പുവും ഭാരതം ചമ്പുവും എഴുതിയിട്ടുള്ള ആരാണ്? പുനം നമ്പൂതിരിയാണ്. എന്ത് ചെയ്യുക? ഓർക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു മധ്യകാല ചമ്പു എന്ന തലത്തിൽ നൈഷധം ചമ്പു ഒരു മധ്യകാല ചമ്പു ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് നൈഷധം ചമ്പു എഴുതിയത് മഴമംഗലം നമ്പൂതിരിയാണ്. ആരാണ്? മഴമംഗലം നമ്പൂതിരിയാണ് ഏത് എഴുതിയിട്ടുള്ളത്? നൈഷധം ചമ്പുവായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ? സംശയമില്ലല്ലോ? ഇനി വേറെയും കുറെ ചമ്പുക്കളുടെ ലിസ്റ്റ് ഉണ്ട്. അത് ഞാൻ നമ്മുടെ കോഴ്സിലേക്ക് എന്ത് ചെയ്യാം? കോഴ്സിലേക്ക് ഞാൻ ഈ PPT അപ്ഡേറ്റിന്റെ സമയത്ത് ഒരു സ്ലൈഡിൽ നമ്മൾ ആ ഫുൾ ലിസ്റ്റ് എഴുതാം. ഞാൻ വെറുതെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള ചമ്പുക്കളുടെ പ്രധാനപ്പെട്ട ചമ്പുക്കളും അത് എഴുതിയ ആൾക്കാരുടെ ലിസ്റ്റ് എന്ത് ചെയ്യാം? ഞാൻ PPTയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് തന്നേക്കാം കേട്ടോ. കോഴ്സിലേക്ക് ഞാനത് ആഡ് ചെയ്തേക്കാം. ഓക്കെ, റൈറ്റ്. ഇനി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് കിളിപ്പാട്ട് പ്രസ്ഥാനം? നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, അതായത് എന്തിലേക്ക് പോവുകയാണ്? നമ്മൾ പതുക്കെ പതുക്കെ ഭക്തിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് കയറി വരുന്ന അടുത്ത പ്രസ്ഥാനം കിളിപ്പാട്ട് പ്രസ്ഥാനമാണ്. എന്തുകൊണ്ട് കിളിപ്പാട്ട് എന്നതിനെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇപ്പൊ എഴുത്തച്ഛൻ എന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണനായിരുന്നില്ല. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ പുരാണ കഥകളും മറ്റുമൊക്കെ പറയാൻ ബ്രാഹ്മണർക്ക് മാത്രമേ സാധിക്കൂ. പണ്ട് നിയമം ഉണ്ടായിരുന്നല്ലോ, വേദങ്ങൾ വായിക്കാനും മറ്റും ബ്രാഹ്മണർക്കേ സാധിക്കുള്ളൂ. വേദം ഒരാൾ ബ്രാഹ്മണനല്ല, ദ്വിജനല്ലാത്ത ഒരാൾ കേട്ട് കഴിഞ്ഞാൽ അയാളുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം. അങ്ങനത്തെ പല ക്രൂരമായ രീതികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെയും എന്താണ്, ഞാൻ എഴുതുന്നതല്ല, കിളി എന്നോട് പറഞ്ഞു എന്ന തലത്തിൽ അത് എഴുതാൻ കാരണം, കിളിപ്പാട്ട് എന്ന തലത്തിലേക്ക് അത് മാറ്റാൻ കാരണം ഈ ജാതിപരമായിട്ടുള്ള പ്രശ്നമാണെന്ന് ചിലയിടങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ആയി തോന്നിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും കിളി പറയുന്ന ഈ ഒരു രീതി ആദ്യമായിട്ട് മലയാളത്തിലല്ല ഉണ്ടാവുന്നത്. തമിഴിലും തെലുങ്കിലുമൊക്കെ എന്തുണ്ടായിരുന്നു? ഈ രീതിയിൽ കിളികൾ ഈ രീതിയിൽ പറയുന്ന, കിളി പാടുന്ന രീതിയിൽ, കിളി എന്നോട് പറയുന്നു എന്ന തലത്തിലേക്കുള്ള രീതികൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഈ കാലഘട്ടത്തിൽ വളരെ എന്താ പറയുക, ജാതികൾ അന്ന് കണക്കാക്കിയിരുന്ന ആളുകളുടെ അവർക്കുണ്ടായിരുന്ന പുരാണവും വേദവും പഠിക്കാനുള്ള വിലക്കുകളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്ത ഒരു കാര്യമായിട്ടാണ് പല എഴുത്തുകളിലും ചരിത്രകാരന്മാരും നമുക്ക് ഇത് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിരണം കവികളാകട്ടെ, ഗാഥയിലാവട്ടെ, ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഭക്തി എന്താ പറയുക, കലർന്നുകൊണ്ടിട്ടുണ്ടായിരുന്ന കഥകളിൽ നിന്നും വ്യത്യസ്തമാക്കി ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള ഒരു കെട്ടുറപ്പുള്ള മലയാള ഭാഷയുടെ തലത്തിലേക്ക് ഭാഷയെ മാറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളായിരുന്നു എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. മലയാള ഭാഷയുടെ പിതാവായിട്ടാണ് തിരൂരിൽ ജനിച്ചിട്ടുണ്ടായിരുന്ന, തുഞ്ചൻ പറമ്പിനടുത്ത് ജനിച്ചിരുന്ന, മലപ്പുറത്താണ് തിരൂര് ജനിച്ച ഇദ്ദേഹം അറിയപ്പെടുന്നത്. ദേവദാസി വർണ്ണനകളിൽ അടക്കിപ്പിടിച്ച് കിടന്നിരുന്ന ഭാഷയുടെ കൃതികളെ ഭക്തി എന്നൊരാശയത്തിലേക്ക് മാറ്റിവിട്ട ഒരാൾ, സാൻമാർഗിക ബോധത്തിലേക്ക്, സാമൂഹിക അവസ്ഥ, അന്ന് നമുക്കറിയാം പോർച്ചുഗീസുകാരും മറ്റും നമ്മുടെ അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളൊരു സമയമാണ്. മനസ്സിലാവുന്നുണ്ടോ? പോർച്ചുഗീസുകാർ തുടർച്ചയായിട്ടുള്ള മതം മാറ്റ പ്രക്രിയകൾ ആ സമയത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ സ്ഥിരം യുദ്ധങ്ങൾ, വഴക്കുകൾ, കൊലപാതകങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ആ കാലഘട്ടത്തെ സാമൂഹിക അവസ്ഥ സമാധാനമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്കാണ് കിളിപ്പാട്ടുമായിട്ട്, അധ്യാത്മ രാമായണവുമായിട്ട് ആര് കടന്നു വരുന്നത്? എഴുത്തച്ഛൻ കടന്നു വരുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടമായിരിക്കാം
ഈ സമയത്ത് രാമചരിതത്തിനോ അല്ലെങ്കിൽ കണ്ണശന്മാർക്കോ ഒന്നും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു സ്വീകാര്യത എഴുത്തച്ഛന് ലഭിക്കാനായിട്ട് കാരണമായത് എന്നും ചരിത്രകാരന്മാർ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പൊ അധ്യാത്മരാമായണം അദ്ദേഹം എന്ത് ചെയ്യുന്നു? കിളി പാടുന്ന പോലെ, കിളിപ്പാട്ട് പോലെ എന്ത് ചെയ്യണമായിരിക്കണം അല്ലെ? ശാരിക പൈതലെ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എന്താണ്? കിളിയോട് എന്ത് ചെയ്യുകയാണ്? പറയുകയാണ്. പിന്നീട് ഓരോരുത്തരോട് പ്രാർത്ഥിക്കുകയാണ്. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഇങ്ങനെ സമുദ്രത്തിൽ തിരയടിക്കുന്നത് പോലെ നിലയ്ക്കാത്ത രീതിയിൽ എനിക്ക് എന്താണ്? പദാവലികൾ എൻ്റെ ഉള്ളിൽ വരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? അധ്യാത്മരാമായണം എഴുതുകയാണ്. ഇനി ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്ന അല്ലെങ്കിൽ കിളിപ്പാട്ട് പ്രസ്ഥാനങ്ങളിൽ ഫോളോ ചെയ്തിരുന്ന വൃത്തങ്ങളായിരുന്നു കേക, കാകളി. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും എഴുത്തച്ഛൻ ഫോളോ ചെയ്തിരുന്നത്. ദ്രുതകാകളി, അന്നനട, മണികാഞ്ചി, കളകാഞ്ചി തുടങ്ങിയവയൊക്കെ കിളിപ്പാട്ട് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എന്തായിരുന്നു? വൃത്തങ്ങളായിരുന്നു എന്ന് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പൂന്താനം നമ്പൂതിരിക്ക് നമ്മൾ വരികയാണെങ്കിൽ ഭക്തകവി എന്നറിയപ്പെടുന്ന ആളാണ് പൂന്താനം നമ്പൂതിരി. CE 1548 1640 കാലഘട്ടത്തിനിടയിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് കരുതുന്നു. പ്രധാന കൃതികൾ ശ്രീകൃഷ്ണ കർണാമൃതം, സന്താന ഗോപാലം, ജ്ഞാനപ്പാന എന്നിവയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വരികൾ രണ്ടെണ്ണം എന്താ പറയുന്നത്? ഓർത്തിരിക്കണം. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി PSCയിൽ മുമ്പ് വന്നിട്ടുള്ള വരിയാണ്. കൂടിയല്ല വിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു ഞാൻ വ്യഥ മറ്റൊരു പ്രധാനപ്പെട്ട വരിയാണ്. ഇനിയും ഒരുപാട് വരികളുണ്ട്. മുഴുവൻ വരികൾ ഞാനിവിടെ എഴുതുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? പൂന്താനവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വരികൾ നിങ്ങളൊന്ന് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നോക്കുക. പ്രധാനപ്പെട്ട വരികളുമായി ബന്ധപ്പെട്ടൊരു PDF നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? കോഴ്സിലേക്കും മറ്റും ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ തുള്ളൽ പ്രസ്ഥാനത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത? നോക്കൂ, കുഞ്ചൻ നമ്പ്യാരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാതെ ഞാൻ പറയുന്നില്ല. ഇനി CE 705 770 ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് നമ്മൾ ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അതായത് ഇവിടെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒരു 20 മിനിറ്റ് യാത്ര ചെയ്താൽ എവിടെ എത്താൻ പറ്റും? കലക്കത്ത് ഭവനത്തിൽ എത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ തിരുവില്ലാമല കണ്ടോ? തിരുവില്ലാമലയുടെ കുറച്ചപ്പുറത്ത് ലക്കിടി, പാലക്കാട് ജില്ലയിൽ ലക്കിടി എന്ന് പറയും. ലക്കിടിക്ക് അടുത്തായിട്ടുള്ള കിള്ളിക്കുറിശി മംഗലത്താണ് ഇദ്ദേഹത്തിന്റെ ഈ കലക്കത്ത് ഭവനുള്ളത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ സ്മാരകമായിട്ട് അവിടെ അദ്ദേഹം ജനിച്ച വീട്, അദ്ദേഹം ജനിച്ച മുറിയൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ പാലക്കാട് വഴിക്ക് വരികയാണ്, ഒറ്റപ്പാലം സൈഡിലേക്ക് വരികയാണെങ്കിൽ വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കിള്ളിക്കുറിശി മംഗലം. ഒരു മനോഹരമായ അമ്പലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത്, വലിയ കുളമൊക്കെ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കിള്ളിക്കുറിശി മംഗലത്ത് ജനനം, കലക്കത്ത് ഭവനത്തിൽ ജനനം. ചെമ്പകശ്ശേരി രാജാവിന്റെ സദസ്സിലായിരുന്നു ആദ്യം. ചെമ്പകശ്ശേരി വെച്ചാൽ ഏതാണ്? അമ്പലപ്പുഴ. രാജാവിന്റെ സദസ്സിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ചെമ്പകശ്ശേരി മാർത്താണ്ഡവർമ്മ കീഴടക്കുന്നു. ശേഷം മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ, ശേഷം ധർമ്മരാജിയുടെ സദസ്സിലൊക്കെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. കല്യാണ സൗഗന്ധികമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ തുള്ളൽ കൃതി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ബാക്കിയുള്ള കഥയൊന്നും ഞാൻ പറയുന്നില്ല. പ്രശസ്തമായ കഥ ഉണ്ടല്ലോ, ചാക്യാർ കൂത്ത് നടക്കുന്നിടയിൽ മിഴാവ് കൊട്ടാൻ അദ്ദേഹം ഇരിക്കുന്നതും മറന്നു പോകുന്നതും ചാക്യാർ പരിഹസിക്കുന്നതും അതിനെ തുടർന്ന് ഈ പരിഹാസം താങ്ങാൻ വയ്യാതെ അടുത്ത ദിവസം തന്നെ കല്യാണ സൗഗന്ധികം അദ്ദേഹം അവതരിപ്പിച്ചു എന്നൊക്കെയാണ് കഥ. ഇത് എന്താ പറയുക, ചോദ്യം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കല്യാണ സൗഗന്ധികത്തിൽ നിന്നാണ് തുടക്കം. ജനകീയത അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. കേരളീയത അദ്ദേഹത്തിന്റെ മുഖമുദ്രയായിരുന്നു. സാമൂഹിക വിമർശനം, ഫലിതം, പരിഹാസത്തിലൂടെയുള്ള സാമൂഹിക വിമർശനം അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ജനകീയമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷ വളരെ ലളിതമായ കേരള ഭാഷയായിരുന്നു. കേരളീയത എന്നതിൻ്റെ മറ്റൊരർത്ഥം എന്താണ്? അദ്ദേഹം ഇപ്പോൾ കുബേരനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അത് ഇവിടെ നമ്മളുടെ ഏതോ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ ഏതോ വലിയ പഴത്തോട്ടവും വാഴത്തോട്ടത്തിന്റെ നടുക്കായിട്ട് ജീവിക്കുന്ന ഏതോ വലിയ പ്രമാണിയെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ വിചാരിക്കും. അപ്പം എല്ലാം കേരളീയമാണ്. കുബേരൻ എന്ന് പറയുന്ന ഒരാൾ, ഇന്ദ്രൻ അല്ലെങ്കിൽ കൃഷ്ണൻ, ഏതോ ഒരാളായി അദ്ദേഹം പറയുന്ന ആരെക്കുറിച്ചോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം നമ്മുടെ കേരളത്തിൽ അപ്പുറത്ത് നമ്മൾ കണ്ടുപരിചയമുള്ള ഒരാളെ പോലെയായിരിക്കും. അവിടുത്തെ സമൂഹത്തിന് ചുറ്റുമുള്ള ആളുകളും അദ്ദേഹത്തിന് ചുറ്റും പറയുന്ന വർത്തമാനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? കേരളീയത. അതിലൊട്ടും തന്നെ നാടകീയമായിട്ട് തോന്നുകയുമില്ല നമുക്ക്. മനസ്സിലായത് നിങ്ങൾക്ക്? വളരെ കൃത്യമായി അതുമായി ചേർന്ന് പോകുന്ന കേരളീയത. ഒപ്പം സാമൂഹിക വിമർശനം, പരിഹാസത്തിലൂടെ ആളുകളെ നന്നാക്കാൻ നോക്കിയ ഒരാളായിരുന്നു ഇദ്ദേഹം. 3 തരത്തിലുള്ള തുള്ളലുകളാണുള്ളത്: ഓട്ടം തുള്ളല്, ശീതങ്കം തുള്ളല്, പറയം തുള്ളല്. ഇതിലൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കല്യാണ സൗഗന്ധികം, അത് ശീതങ്കം തുള്ളലിലാണ് വരുന്നത്. എവിടെയാണ്? ശീതങ്കം തുള്ളലിലാണ് കല്യാണ സൗഗന്ധികം വരുന്നത്. മനസ്സിലായോ? കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം, കൃഷ്ണലീലൊക്കെ ശീതങ്കം തുള്ളലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്യമന്തകം, ഘോഷയാത്ര, കാർത്തിവീരാർജുന വിജയം, രുക്മിണി സ്വയംവരം, ഇതൊക്കെ ഓട്ടം തുള്ളലാണ്. ഓട്ടം തുള്ളലിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സ്യമന്തകം, ഘോഷയാത്ര,
കാർത്തിവീര്യാർജുന വിജയം, രുക്മിണി സ്വയംവരം, ഇതൊക്കെ ഓട്ടം തുള്ളലിലാണ് ഇത് വരുന്നത്. പറയാൻ തുള്ളലിൽ പാഞ്ചാലി സ്വയംവരം, കീചകവധം, ദക്ഷയാഗം, ഇതൊക്കെ എവിടെ വരുന്നുണ്ട്? പറയാൻ തുള്ളലിലും വരുന്നുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇങ്ങനെയാണ് തുള്ളൽ പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത് എന്ന് ഓർക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വരികളാണ്. ഭടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. കേരള ഭാഷ മനസ്സിലാവുന്നുണ്ടോ? എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും, അല്ലെ? ഏറ്റവും മുകളിലുള്ള ആൾ കട്ടാൽ താഴെയുള്ളവർ അതിനേക്കാൾ കൂടുതൽ കക്കും എന്ന് പറയുന്ന ഒരു രീതി. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭം, ആശാനക്ഷരം ഒന്നുപിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ, അല്ലെ? നമ്മളെന്താ പറയുക, നമ്മൾ ഈ ചൊല്ലുകൾ എന്നൊക്കെ പറയില്ലേ, ചൊല്ലുകൾ, ശൈലികൾ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ ഉദാഹരണമാണ്. ഒരുത്തർക്കും ലഘുത്വത്തെ വരുത്താൻ മോഹമില്ല, ഒരുത്തനും പ്രിയമായി പറവാനും ഭാവമില്ല, പരമാർത്ഥം പറയാം മടിയെന്നൊരു പരനിന്ദാദികൾ നാവിലുമില്ല. മറ്റൊരാളെ നിന്ദിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്താണ്, പരമാർത്ഥം പറയാൻ എനിക്കൊരു മടിയുമില്ല, ആരെയും പ്രിയമായി പറയാൻ വെച്ചാൽ എന്താണ്, മുഖസ്തുതി പറയാൻ ഒരു ഭാവവുമില്ല എന്നും എന്താണ് അദ്ദേഹം പറയുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആട്ടക്കഥാ പ്രസ്ഥാനം. എന്താണ് ആട്ടക്കഥാ പ്രസ്ഥാനം എന്ന് പറയുന്നത്? കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥകൾ. ആട്ടക്കഥ എന്ന് പറയുന്നത് എന്താണ്? കഥകളിയുടെ സാഹിത്യ രൂപത്തിനെയാണ് ആട്ടക്കഥ എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ, ഈ ഒരു കാലഘട്ടത്തില് കൂത്ത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക്, ചാക്യാർ കൂത്ത് എന്ന് പറയല്ലോ. ഈ കൂത്തിനെ വളരെ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ എടുത്തിരുന്നത് ജയദേവരുടെ, ആരാണ്? ജയദേവരുടെ ഗീതാഗോവിന്ദമായിരുന്നു. ഏതായിരുന്നു? ഗീതാഗോവിന്ദമാണ് കൂത്തിനെ ഒന്ന് ജനകീയമാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോ കൃഷ്ണഗീത എന്ന് പറയും. ഏതാണ് കൃഷ്ണഗീത? കോഴിക്കോട് മാനവേദൻ തമ്പുരാനാണ് കൃഷ്ണഗീത. കൃഷ്ണഗീത എഴുതിയത് ആരായിരുന്നു? കോഴിക്കോടുള്ള മാനവേദൻ തമ്പുരാനാണ് കൃഷ്ണഗീത എഴുതിയത്. ഇതാണ് എന്തിൻ്റെ ഒരു ജനഗീതയിലേക്ക് നയിക്കുന്നത്? കൃഷ്ണനാട്ടത്തിനെ ജനകീയമാക്കുന്നതിൽ സഹായിച്ചത് കൃഷ്ണഗീത മാനവേദൻ തമ്പുരാന്റെ ആയിരുന്നു. കൂത്ത് ഏതായിരുന്നു? ജയദേവരുടെ ഗീതാഗോവിന്ദമാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. മനസ്സിലായത് നിങ്ങൾക്ക്? ഇതുപോലെ ഇതൊക്കെ എങ്ങനെ നടക്കുമ്പോൾ മധ്യ തിരുവിതാംകൂറില് രാമായണത്തിനെ 8 ഭാഗങ്ങളാക്കിയിട്ട് രാമനാട്ടം തുടങ്ങുന്നുണ്ട്. ഏതാണ്? രാമനാട്ടം തുടങ്ങുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ ഈ രാമനാട്ടമാണ് പിന്നീട് എന്തായി മാറുന്നത്? കഥകളിയായിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. കൃഷ്ണനാട്ടം, പിന്നെ രാമനാട്ടം എന്തായിട്ട് മാറുന്നുണ്ട്? ഈ പറയുന്ന നമ്മളുടെ കഥകളിയായിട്ട് മാറുന്നുണ്ട് അത്രേ. ഇനി കൊട്ടാരക്കര തമ്പുരാനാണ് ആട്ടക്കഥയുടെ ഉപജ്ഞാതാവായി, അതിനെ തുടർന്ന് തന്നെ കഥകളിയുടെയും ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ ചിട്ടപ്പെടുത്തൽ നടത്തിയത് നമ്മൾ കരുതുന്നത് ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ്. ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ചിട്ടപ്പെടുത്തൽ നടത്തിയത് നമ്മൾ കണക്കാക്കുന്നത് കോട്ടയത്ത് തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് സീതാ സ്വയംവരവും ബാലിവധവും. ആട്ടക്കഥകളാണ് രണ്ടും. അതായത് കഥകളിയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതിന്റെ സാഹിത്യതലം നോക്കുകയാണെങ്കിൽ അതാണ് ആട്ടക്കഥ. അത്രയുള്ള വ്യത്യാസം. ഇനി കോട്ടയത്ത് തമ്പുരാൻ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? കല്യാണ സൗഗന്ധികം, ഭഗവതം, കിർമീരവധം തുടങ്ങിയവ. ഇനി കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന ആട്ടക്കഥയാണ് നളചരിതം. ഇത് ഉണ്ണായി വാര്യരാണ് എഴുതിയിട്ടുള്ളത്. ഏതാണ്? ഉണ്ണായി വാര്യരാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്താണ് ഈ ഒരു ആട്ടക്കഥ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നളചരിതത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഈ ആട്ടക്കഥയ്ക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും തികഞ്ഞ ഒരു കൃതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നതും നളചരിതത്തിനെ തന്നെയാണ്. മനസ്സിലായോ? നമ്മൾ കണക്കാക്കുന്നത് നളചരിതത്തിനെ തന്നെയാണ്. ഓർത്തിരിക്കുമല്ലോ കൃത്യമായിട്ട്. ഇത് വിവിധങ്ങളായിട്ടുള്ള ആട്ടക്കഥകളാണ്. ഇരയിമൻ തമ്പി എഴുതിയ, കാർത്തിക തിരുനാൾ എഴുതിയ, അശ്വതി തിരുനാൾ എഴുതിയ, വള്ളത്തോളിന്റെ, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ, വലിയ കോയിത്തമ്പരാന്റെ, വി കൃഷ്ണൻ തമ്പിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ആട്ടക്കഥകളാണ്. ഞാനിത് വെറുതെ നിങ്ങൾക്ക് വായിച്ചു തരുന്നില്ല. ഇതൊക്കെ വായിച്ചു തരികയാണെങ്കിൽ അത് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. അത്രയ്ക്കും ആവശ്യവുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയോ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇവർ ഓരോരുത്തരുടെയും ആട്ടക്കഥകളുടെ ഒരു ലിസ്റ്റ് തന്നാണ്. കാരണം നമ്മളുടെ സിലബസിൽ പറയുന്നത് പ്രധാനപ്പെട്ട ആളുകളും അവരെഴുതിയ കൃതികളും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കൃതികൾ കൂടി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയത്. ഓക്കെ ആണല്ലോ? റൈറ്റ്. ഇനി നമ്മൾ ഈ ക്ലാസ്സിന്റെ അവസാന കാലഘട്ടത്തിലേക്ക്, ആധുനിക കാലഘട്ടത്തിന് തൊട്ട് മുൻപിലേക്ക് വെൺമണി പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്താണ് വെൺമണി പ്രസ്ഥാനം? വെൺമണി അച്ഛൻ നമ്പൂതിരി
മഹൻ നമ്പൂതിരി ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലെ വളരെ തുടക്കക്കാര് എന്ന രീതിയിൽ നമ്മൾ ഇവരെ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണക്കാക്കുന്നുണ്ട്. വെൺമണി അച്ഛനും അതുപോലെ തന്നെ വെൺമണി മഹൻ നമ്പൂതിരിയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഇനി എന്തായിരുന്നു ഇവർ വളരെ കൃത്യമായൊരു മാറ്റം മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്താ അറിയോ നിങ്ങൾക്ക്? അതായത് ഭാഷയെ സംസ്കൃതം അവർ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല, സംസ്കൃതമാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, തമിഴാണെങ്കിലും അതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന മലയാളത്തിന്റെ തലത്തിലേക്ക് ഭാഷയെ പറിച്ചു നടാൻ ഇവർ ശ്രമിക്കുകയാണ്. അത് മനഃപൂർവ്വം എന്ത് ചെയ്യുകയാണ്, പരമാവധി ശുദ്ധ മലയാളത്തിൽ എഴുതാനുള്ള ഒരു രീതി ഇവർ എന്ത് ചെയ്യുകയാണ്, ഫോളോ ചെയ്യാൻ നോക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? വെൺമണി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ്? അവർ കൃതികളെ ഒരു ശുദ്ധ മലയാളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇതിലെ പ്രശസ്തനായിട്ടുള്ള ആളുകളാണ് വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹൻ നമ്പൂതിരി. ഇതിലെ എന്താ പറയുക, വെൺമണി മഹൻ നമ്പൂതിരിയുടെ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളുണ്ട്. കുചേലവൃത്തം, എന്താ പറയുക, ശീതങ്കം തുള്ളൽ അദ്ദേഹത്തിന്റെ ഇതാണ്. പൂരപ്രബന്ധം, മഹൻ നമ്പൂതിരിയുടെ പ്രധാനപ്പെട്ട ഒരു കൃതി ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? പൂരപ്രബന്ധം. ഏതാണ് പൂരപ്രബന്ധം? വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതുപോലെ കീചകവധം വഞ്ചിപ്പാട്ട്, നളചരിതം വഞ്ചിപ്പാട്ട്, പാഞ്ചാലി സ്വയംവരം, ഓട്ടം തുള്ളൽ, ഇങ്ങനെ കുറേ കൃതികൾ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? അതായത് നമ്മൾ നേരത്തെ തമിഴ് അഥവാ ദ്രാവിഡം എന്ന് പറയുന്ന തലത്തിൽ നിന്നുണ്ടായിട്ടുള്ള വാക്കുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പരിചിതമായിട്ടുള്ളത്, അതായത് ആളുകൾക്ക് വായിക്കുമ്പോൾ പരിചിതമായിട്ട് തോന്നുന്ന വാക്കുകളാണ് അവർ സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും അവർ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് വായിക്കാൻ പറ്റണം, വളരെ ലളിതമായിട്ടുള്ള ഭാഷാ ശൈലി ഉപയോഗിക്കുകയും സാമാന്യ ജനതയെ, സാധാരണക്കാരെ കവിതയോട് അടുപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് വെൺമണി പ്രസ്ഥാനം ചെയ്യുന്നത്. ഇതിൽ പൂന്തോട്ടം അച്ഛൻ മഹൻ നമ്പൂതിരിമാരുണ്ട്, കൊടുങ്ങല്ലൂരിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുണ്ട്. ഈ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ത് ചെയ്യുന്നുണ്ടറിയോ? പച്ച മലയാള പ്രസ്ഥാനത്തിന്റെ എന്താ പറയുന്നത്, ഒരു എന്താ പറയുക, മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാളുമാര് തന്നെയായിരുന്നു ഇദ്ദേഹം തന്നെയായിരുന്നു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തന്നെയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്താ പച്ചമലയാള പ്രസ്ഥാനം? നേരത്തെ പറഞ്ഞ അതേ കാര്യം. പച്ചമലയാള പ്രസ്ഥാനത്തിലെ ഏറ്റവും ആദ്യത്തെ കൃത്യമായ കൃതി നല്ല ഭാഷ എന്നതാണ് കണക്കാക്കുന്നത്. കോമപ്പൻ, കണ്ണൻ, പാക്കനാർ, ശക്തൻ തമ്പുരാൻ, ഇതൊക്കെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പച്ചമലയാള പ്രസ്ഥാനത്തിൽ രചിച്ചിട്ടുള്ള കൃതികളാണ്. ഇനി വേറെയും ആളുകളുണ്ട്. ഇപ്പോ ഞാൻ ഈ നമ്മളുടെ ക്ലാസ് ഇത് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഷയെ കുറിച്ചിട്ടുള്ള അവരുടെ മലയാളം ലിറ്ററേച്ചറിന്റെ ക്ലാസ്സുകളുണ്ട്. അതിന്റെ PDF-കളാണ് ഞാൻ കൂടുതൽ നോക്കിയത്. അതിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നോക്കൂ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും CP അച്യുതമേനോനും കാവ്യ വിഷയങ്ങൾ ചർച്ച ചെയ്ത കൂട്ടത്തിൽ പച്ച മലയാളം എന്ന ആശയം ഉടലെടുത്തു. സംസ്കൃത പദങ്ങൾ തീരെ ഉപയോഗിക്കാതെ ഒറ്റ ശ്ലോകങ്ങൾ ഉണ്ടാക്കാമെങ്കിലും ഒരു കഥ മുഴുവൻ രചിക്കാൻ അസാധ്യമാണെന്ന് CP അച്യുതമേനോൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ അങ്ങനെ സാധ്യമാണെന്ന് തർക്കിച്ച് അത് സ്ഥാപിക്കാൻ വേണ്ടി ആരാണ്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നിർമ്മിച്ചതാണത്രേ നല്ല ഭാഷ. അതുകൊണ്ടാണ് പച്ച മലയാളത്തിൽ ആദ്യ കൃതി നല്ല ഭാഷയാണെന്ന് നമ്മൾ പറയുന്നത്. ഇതുകൂടാതെ പിന്നീട് ഞാൻ ആ ലിസ്റ്റിൽ പറഞ്ഞ കണ്ണൻ, കോമപ്പൻ, ശക്തൻ തമ്പുരാൻ, പാക്കനാർ തുടങ്ങിയ കൃതികളും പച്ച മലയാള പ്രസ്ഥാനത്തിൽ അദ്ദേഹം എഴുതുകയാണ്. മലയാളം മാത്രം, പച്ച മലയാളം മാത്രം ഉപയോഗിച്ച് എഴുതുകയാണ്. ഇതിന് നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള ഭംഗിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ അയ്യോ പച്ച മലയാളത്തിൽ മാത്രം എഴുതിയില്ല ഗംഭീരം എന്ന് പറയുകയാണെങ്കിലും നമുക്ക് അത്ര ഭംഗി ഇപ്പം നമുക്ക് വായിച്ചാൽ തോന്നില്ല. ഇനി കുണ്ടൂർ നാരായണ മേനോന്റെ 4 ഭാഷാ കാവ്യങ്ങൾ, ഏതാണ് 4 ഭാഷാ കാവ്യങ്ങൾ ആരാ എഴുതുന്നത്? കുണ്ടൂർ നാരായണ മേനോനാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോനുണ്ട്. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ എഴുതുന്നത് എന്താണ്? ഒറ്റയൊറ്റ ശ്ലോകങ്ങളാണ്. മനസ്സിലാവുണ്ടോ? കൃഷ്ണമേനോന്റെ ഒറ്റയൊറ്റ ശ്ലോകങ്ങൾ എന്ന് പറയും. ഒടുവിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഇദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒറ്റയൊറ്റ ശ്ലോകങ്ങളാണ് ഏതാണ്? വിനോദിനി, അന്തർജനത്തിന്റെ അപരാധം, ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വധം, ഒരു പതിവ്രതയുടെ കഥ, ഇതൊക്കെ പച്ചമലയാള കൃതികളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതോടുകൂടി എന്തിലേക്ക് എത്തുകയാണ്? നമ്മൾ ആധുനിക ഭാഷ അല്ലെങ്കിൽ പച്ച മലയാള പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് മലയാളത്തിന്റെ ആധുനിക തലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ ഇത്രയും പ്രസ്ഥാനങ്ങളാണ് നമുക്ക് വളരെ പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, പഴയ കാലഘട്ടം മുതലെടുത്തിട്ട് ആധുനിക കാലഘട്ടം തുടങ്ങുന്നതിന് മുമ്പായിട്ട് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഭാഗങ്ങൾ അതിൻ്റെ ഒരു അർത്ഥവും കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു, പഠിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിലെ ചില പോയിന്റുകളാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. പക്ഷെ അത് നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട അവസ്ഥ വരാണ്ടെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ കഴിയട്ടെ എന്ന രീതിയിലാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞത്. ഇപ്പോൾ മലയാള സാഹിത്യത്തിലെ പ്രസ്ഥാനങ്ങളുടെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.